السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. الحمد لله الحمد لله الحمد لله ما شاء الله بارك الله فيكم. നമ്മൾ അങ്ങനെ പുതിയ മോഡ് എക്സാമിലേക്ക് സ്റ്റാർട്ട് ചെയ്തല്ലേ. അതായത് ആദ്യത്തെ മാരത്തോണൊക്കെ കഴിഞ്ഞ് കുറച്ച് 2 ലെസൺസ് ഒക്കെ ആക്കിയിട്ട് പുതിയ എക്സാം ചെയ്ത് മാഷാല്ല നല്ല പ്രോഗ്രസ് എന്ന് വെച്ചാൽ മാഷാല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യത്യാസമാണ്. ഞാൻ ജസ്റ്റ് ഒരു ഗ്രാഫ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിനകത്ത് താഴെ ഉള്ളത് കണ്ടോ, ഇത് നമ്മൾ മുമ്പ് എഴുതിയ എക്സാമുകളാണ്, ആദ്യത്തെ 3 എണ്ണം. അതിനകത്ത് മാർക്കുകൾ അധികവും കൂടുതൽ ആളുകൾക്കും ഒരു പകുതി റേഞ്ചിൽ 50% റേഞ്ചിലാണ് മാർക്ക് ഉണ്ടായിരുന്നത്. ഇത് ഇന്നലത്തെ എക്സാമിൻ്റെതാ. എല്ലാവരും എബവ് ആവറേജിലേക്ക് മാറി, മെജോറിറ്റി എബവ് ആവറേജിലേക്ക് മാറി. ഈ ഇപ്പുറത്തുള്ളതിൽ കുറച്ച് ആൾക്കാർ ഞാൻ നേരിട്ട് സംസാരിച്ചപ്പം അവർ വെറുതെ പോണ വഴിക്ക് ഒരു ലിങ്ക് കിട്ടിയപ്പോൾ ക്ലിക്ക് ചെയ്തവരാണ് കുറച്ച് ആൾക്കാർ. കുറച്ച് ആളുകൾ പഠിക്കാണ്ട് ചെയ്തവരാണ്. വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാരെ ഈ ഒരു കാറ്റഗറിയിൽ പഠിച്ചിട്ട് പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും മാഷാല്ല എബവ് ആവറേജിലേക്ക് മാറി. അപ്പം ഭയങ്കര നല്ല പെർഫോമൻസ്, ഭയങ്കര നല്ല പ്രോഗ്രസ് ആണത്. അൽഹംദുലില്ലാ ബറക്കല്ലാഹു ഫീക്കും. എല്ലാവരുടെയും ആത്മാർത്ഥതയും ഇൻട്രസ്റ്റും ഒക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ മാർക്കുകൾ എന്നുള്ളത് ഞാൻ പറഞ്ഞു നമുക്കൊരു വിഷയേ അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി കാണിച്ചു തന്നു എന്നുള്ളതേ ഉള്ളൂ ഇത്. ഇവിടെ നമ്മൾ ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം നമ്മളെ ഇപ്പം ഈ മാർക്കുകൾ എന്ന് പറയുമ്പം ഇതിനകത്ത് 2 പാർട്ടാണ് മെയിൻ ആയിട്ട് ഈ മാർക്കിൽ വരുന്നത്. ഒന്ന് നമ്മളുടെ തഫ്സീറിന്റെ എക്സ്പ്ലനേഷൻ, രണ്ടാമത്തത് റൂട്ട് ലെറ്റേഴ്സ്, വാക്ക്, അങ്ങനെയൊക്കെ. ഈ റൂട്ട് ലെറ്റേഴ്സിനെയും കാര്യങ്ങളെയൊക്കെ നമ്മൾ അന്ന് പറഞ്ഞ ഇൽമിൽ അല്ലെങ്കിൽ നോളജിൽ പെടുത്താം. തഫ്സീറിന്റെ എക്സ്പ്ലനേഷൻ നമ്മളുടെ ഷുഊറിൽ വരും. കാരണം എന്താണെന്നുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് മാഷാല്ലാ. അപ്പം ആ ഒരു കാര്യത്തിൽ നല്ല പ്രോഗ്രസ് വന്നിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പേ വരെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരുന്നു, അതെന്താണ് ഇതെന്താണ്, അത് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇവിടെ ഈ മാർക്ക് കാണിക്കുന്നത് ഷുഊറിൽ നല്ല മാറ്റം വന്നു. സുബ്ഹാനല്ലാഹ്. നമ്മള് ആദ്യത്തെ ഒരു 11-ാമത്തെ ആയത്തില് ഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദി ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. അല്ലേ, നമ്മൾ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അവരോട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കല്ലേ എന്ന് പറയുമ്പോൾ അവര് പറയും ഞങ്ങൾ മുസ്ലിഹീങ്ങളാണ്. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകില്ലാ യഷ്ഉറൂൻ. അപ്പൊ അള്ളാഹ് പറയേണ്ട, അല്ല അവര് ഫസാദ് ഉണ്ടാക്കുന്നവർ തന്നെയാണ്. അവര് മുസ്ലിഹ എന്ന് പറഞ്ഞാൽ അവർ ഫസാദ് ഉണ്ടാക്കുന്നവർ തന്നെയാണ്. വലാകില്ലാ യഷ്ഉറൂൻ, പക്ഷെ അവർക്ക് ഷുഊറില്ല. അതാണ് നമ്മൾ ആദ്യമായിട്ട് ഷുഊർ എന്ന് കേൾക്കുന്നത് അല്ലെ. അതുവരെ നമുക്ക് ഷുഊർ അറിയില്ലായിരുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ മുഫ്സിദിൽ പെട്ട ആൾക്കാരുമായിരുന്നു. പലതും നമ്മൾ ശരിയാണെന്ന് വിചാരിച്ചിട്ട് എന്നാൽ നമ്മൾ ചെയ്യുന്നത് മുസ്ലിഹാണെന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു അല്ലെ. അപ്പം ആ ഒരു 11-ാമത്തെ ആയത്തില് നമുക്ക് ഷുഊർ എന്താന്ന് അറിയാതിരുന്ന ആൾക്കാരാണ്. അതായിരുന്നു നമ്മളെ ബേസിക് ലെവലിലെ, ഞാൻ ഉൾപ്പെടെ നമ്മൾ തുടങ്ങിയ ലെവലിൽ നിന്ന് നമുക്ക് ഷുഊർ എന്താന്ന് അറിയാത്ത ആൾക്കാരായിരുന്നു. അതായത് നമ്മൾ മുനാഫിക്കുകളുടെ എല്ലാ ക്വാളിഫിക്കേഷനും ടിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെജോറിറ്റി നമ്മൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങൾ, എല്ലാത്തിലും എന്നല്ല മിക്ക കാര്യങ്ങളിലും നമുക്ക് ഷുഊർ എന്താന്ന് അറിയാണ്ട് നമ്മൾ മുസ്ലിഹ നമ്മൾ പെർഫെക്റ്റ് ആന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരായിരുന്നു നമ്മൾ. പക്ഷെ അതൊരു 10-ാമത്തെ ആയത്തിൽ നിന്ന് ഇപ്പൊ നമ്മൾ വെറും ഒരു 33-ാമത്തെ ആയത്തിൽ എത്തിയിട്ടുള്ളൂ അല്ലെ. ഇത്രയും ഷോർട്ട് ടൈമിന്റെ ഉള്ളില് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഷുഊറിൽ എത്തിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാ. നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങിയിട്ടില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരുന്നു അല്ലെ. നമ്മളിപ്പോഴും അവിടെ നമ്മൾ മുസ്ലിഹാണ്, നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, ഒരുപാട് പഠിക്കുന്നുണ്ട്, ഒരുപാട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് അവിടെ നിൽക്കുമായിരുന്നു. ഒന്നിനും നമുക്കൊരു അറിവല്ലാതെ തിരിച്ചറിവ് ഉണ്ടാവില്ലായിരുന്നു. നമ്മളുടെ അറിവിനൊരു ക്വാളിറ്റി ഉണ്ടാവില്ലായിരുന്നു. സുബ്ഹാനല്ലാ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നിഫാക്ക് ഉണ്ടാവുമായിരുന്നു. അതും മെജോറിറ്റി നമ്മൾ അറിയാതെ ഇത് നിഫാക്ക് ആണെന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ മുസ്ലിഹാന്ന് വിചാരിക്കുകയായിരുന്നു അല്ലെ. മാഷാ അല്ലാഹ്. അപ്പം ഭയങ്കര എന്താ പറയാ, എടുത്തു പറയേണ്ട ഒരു കാര്യമല്ലേ നമ്മൾ ഷുഊറില് മുന്നോട്ട് വന്നെന്നുള്ളത് അല്ലേ. മാഷാ അല്ലാഹ്. അത് വലിയൊരു ഗെയിൻ അല്ലേ. നമുക്ക് വെറും 4 എക്സാം എഴുതിയിട്ടുള്ളൂ, 33 ആയത്തായിട്ടുള്ളൂ. നമുക്ക് ഷുഊർ എന്താന്ന് മനസ്സിലായി തുടങ്ങി. നമ്മൾ ചെറിയ തോതിൽ അതിനകത്ത് ഇംപ്രൂവ്മെന്റ് വരുത്തി തുടങ്ങി. അപ്പൊ നമുക്കറിയാം ആദ്യത്തെ എക്സാം ഒക്കെ നടത്തിയപ്പം ക്വസ്റ്റ്യൻ ഭയങ്കര ടഫാന്നുള്ള നിലവിളികൾ ഭയങ്കരമായിരുന്നു അല്ലെ.
അത് കേട്ടിട്ട് ക്വസ്റ്റ്യൻസിനെ വളരെ ഡയറക്റ്റ് ആക്കി മാറ്റിയിരുന്നെങ്കിൽ നമ്മളിപ്പം ഈ ഒരു ഷുഊർ ലെവലിൽ എത്തൂലായിരുന്നു അല്ലെ? എന്താണ് ഓരോ ആയത്തിൽ നിന്നും നല്ല ക്ലിയർ ആയിട്ട് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ആൻസർ കൊടുക്കും, എനിക്ക് കാര്യം മനസ്സിലാവും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ മെജോറിറ്റി ആളുകൾ എത്തി. മാഷാ അല്ലാ. 4ാമത്തെ എക്സാം ആയിട്ടുള്ളൂ. ഇനി എത്ര എക്സാം? ജൂസ് 1 തന്നെ കിടക്കുന്നല്ലേ? മാഷാ അല്ലാ. അപ്പൊ നമ്മൾ വെറുതെ നമ്മൾ പഠിച്ചു വെക്കുന്ന പോലത്തെ കാര്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എൽമിൽ നിന്ന് ഷുഊറിന്റെ ആളുകളിലേക്ക് എത്തൂലായിരുന്നു. വളരെ നല്ല പ്രോഗ്രസ് ഇത്ര പെട്ടെന്ന് തന്നെ. മാഷാ അല്ലാ. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാണ്, ക്വസ്റ്റ്യൻസ് ഒരിക്കലും ടഫ് അല്ല. നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പം അതിൽ നമ്മൾ എന്താണോ ക്ലിയർ ആവേണ്ടത് അത് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. സാവധാനം നമുക്ക് അതിന്റെ ഒരു നാക്ക് കിട്ടും. ഇനി ഇതുവരെ കിട്ടാത്തവർക്ക് സാവധാനം ആ ഒരു നാക്ക് കിട്ടും. അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചോണ്ടിരിക്കും, അള്ളാഹ് എന്തൊക്കെ എനിക്ക് ക്ലിയർ ആവണോ ആ ക്ലാരിറ്റി അല്ലേ, അള്ളാഹുമ്മ ഫഖിഹ്നാ ഫിദ്ദീൻ, എനിക്ക് ഫിഖ് താ, ദീനിൽ അണ്ടർസ്റ്റാൻഡിങ് താ. ഷുഊർ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് വെറുതെ ഒരു കാര്യം അറിയലും മനസ്സിലാക്കലും ഡിഫറെന്റ് ആണ്. അപ്പം അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് മാഷാ അല്ലാഹ് എല്ലാവരും എന്താ ചെയ്യാ, ദുആ ചെയ്യാ അള്ളാഹിന്റെ അടുത്ത്. ഇനി റൂട്ട് വേർഡ്സിന്റെ സെക്ഷൻ പലർക്കും ഇപ്പോഴും ടഫ് ആയിരിക്കാം, ടഫ് ആവുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഒരുപാട് റൂട്ട് വേർഡ്സ് ഒന്നും ചോദിക്കാറില്ല, നമ്മൾ അർത്ഥങ്ങളും ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നുള്ളൂ. അതൊരു ടഫ് ആണെന്ന് ആർക്കെങ്കിലും ഇപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതൊരു അത്യാവശ്യമുള്ള അല്ലെങ്കിൽ നിർബന്ധമുള്ള ഒരു കാര്യമേ അല്ല. നമ്മൾ മൊത്തം 15 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ ഒരു 8 ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങനെ റൂട്ട് വേർഡ്സ് ടഫ് ആണെന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ സ്വയം ഇവാലുവേറ്റ് ചെയ്യുക, 8ൽ എനിക്ക് എത്ര മാർക്ക് കിട്ടി, 15 വിട്ടേക്കുക. അവസാനത്തെ 7 ക്വസ്റ്റ്യന് 7ഓ 8ഓ അങ്ങനെയാണ് ഞാൻ ഇടാറ്. 7+8 എന്നുള്ള രീതിയിലായിരിക്കും ഇൻഷാല്ല ഇനി അങ്ങോട്ട് പോകുക. ആദ്യത്തെ 8 തഫ്സീറും അത് കഴിഞ്ഞിട്ടുള്ള 7 റൂട്ട് വേർഡ്സും അങ്ങനെയായിരിക്കും. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് വേർഡ്സ് സൈഡ് എന്നുണ്ടെങ്കിൽ അതങ്ങ് കംപ്ലീറ്റ് മായ്ക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, 8ൽ എനിക്ക് എത്ര മാർക്ക് കിട്ടി, അതിനകത്ത് വർക്ക് ചെയ്യുക. അതാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മളുടെ എന്താ ഷുഊർ ഉണ്ടായിരിക്കേണ്ട കാര്യം അത് മാത്രമാണ്. കാരണം നമുക്ക് ഇതിങ്ങനെ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് സ്പ്ലിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ എക്സാം 3 നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവർക്കും എഴുതാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആക്കാന്നുള്ളതേ രക്ഷയുള്ളൂ. അതേസമയം റൂട്ട് വേർഡ്സും കാര്യങ്ങളും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെയും നമുക്ക് സഹായിക്കണം. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് റൂട്ട് വേർഡ്സിന്റെ സെക്ഷൻ പറ്റൂല എന്നുണ്ടെങ്കിൽ വിട്ടേക്ക്, അത് പ്രശ്നേ ഇല്ല. നമുക്ക് അത് നിർബന്ധമുള്ള കാര്യമില്ല. ഫസ്റ്റ് പാർട്ട്, അതായത് തഫ്സീറിന്റെ പാർട്ട്, ഷുഊറിന്റെ പാർട്ട് കറക്റ്റ് ആക്കിയിട്ട് കിട്ടിയാൽ മതി. ഇനി എക്സാം എഴുതി കഴിഞ്ഞവര് ചിലരുടെയെങ്കിലും പരാതികളും വിഷമങ്ങളായിരുന്നു, എനിക്കിപ്പോഴും ഷുഊർ ആയിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല, മാർക്ക് കിട്ടുന്നില്ല, തദബുറിലേക്ക് എത്തുന്നില്ല. യെസ്, തദബുർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. തദബുർ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പിന്നെ വരാം. തദബുറിന് ഞാൻ ആയിട്ടില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ അല്ലേ. എപ്പോഴും നമ്മൾ 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. ഞാൻ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ പറയണം, എല്ലാവർക്കും എന്തായാലും നോട്ട്സ് ഇപ്പൊ ഉണ്ടാവും. മാഷാ അല്ലാഹ് പലരും നോട്ട് എഴുതി തുടങ്ങിയിട്ടുണ്ട് തഫ്സീറിന് വേണ്ടിയിട്ട്. അതേപോലെ അതല്ലാത്ത വേറൊരു നോട്ട് നിങ്ങളെ കയ്യിൽ വേണം. ആ നോട്ട് വേണ്ട, വേറെ തന്നെ നോട്ട്. അതിനി നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് ഫോണിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഫോണിലെ നോട്ട് ഓക്കെ, അതായാലും മതി. ആ നോട്ടിന്റെ ഫസ്റ്റ് പേജിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്യൂ പേജസിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. കാര്യങ്ങൾ വിശദമായിട്ടൊന്നും എഴുതണ്ട, കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് എഴുതി വെക്കുക. ആദ്യത്തെ 1-2 പേജിൽ ഏത് സമയം നമുക്കൊരു മതി നിർത്തണം തോന്നുമ്പം ആ പോയിന്റ്സ് ഒന്ന് എടുത്തു നോക്കുക. അതിന്റെ അടുത്ത പേജസിൽ എന്ത് എഴുതണം എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയും. അപ്പം ഷുഊർ ഇതുവരെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് തദബ്ബുർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എന്ന് സങ്കടപ്പെടുന്ന ആളുകളുടെ അടുത്ത് ഒരു കാര്യം നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക, നമ്മള് മനുഷ്യന്മാരാണ്. നമ്മളെ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് നമ്മളുടെ ഹേസ്റ്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാല് ധൃതി. നമുക്ക് തിരക്കാണ്, എല്ലാം പെട്ടെന്ന് ഇങ്ങോട്ട് ആവണം അല്ലെ, എല്ലാം വേഗം ആവണം. അത് ആരുടെയെന്ന് വെച്ചാൽ ഇബ്ലീസിന്റെ ഐറ്റമാണ്. ഇബ്ലീസ് കൊണ്ടുവന്ന് ഇടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ധൃതി. അടുത്തത് ഇബ്ലീസിന്റെ വേറൊരു ഐറ്റമാണ് ഹിബ്ർ. അതായത് നമുക്ക് പൊതുവെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ, ദീനിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴേക്ക് ഇബ്ലീസ് പറയാ, നീ ഇപ്പൊ ഇതിനകത്ത് അടിപൊളിയാട്ടോ, സൂപ്പറാ, നിന്റെ നിസ്കാരമൊക്കെ അവിടെ അങ്ങേ അറ്റത്ത് എത്തിപ്പോ, അല്ലെങ്കിൽ നിന്റെ സ്വഭാവം ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, അപ്പം ഈ 2 കാര്യങ്ങൾ, ധൃതിയും പിന്നെ മതിയും, അതായത് നമുക്ക് തോന്നും ഓക്കെ ഞാനൊക്കെ സെറ്റായി, ഇനി ഇനി ഒന്നും മാറാനൊന്നും ഇല്ല. ഈ 2 കാര്യങ്ങളും മലയാളത്തിൽ തന്നെ എഴുതട്ടെ, ധൃതി ആൻഡ് മതി. ഈ 2 കാര്യങ്ങൾ ഇബ്ലീസ് ഒന്ന് നമുക്ക് ഇതെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് ആവണം,
രണ്ട് നമുക്ക് നമ്മൾ ഓൾറെഡി എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്കും ഓൾറെഡി ശരിയായി, ഞാൻ ഇനി മാറാനൊന്നുമില്ല. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടം വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ക്ഷമ നശിക്കും. ഞാൻ മാറിയില്ലല്ലോ, എന്താണ് എത്രയൊക്കെ ആയിട്ട് ഒന്നും ആയില്ലല്ലോ എന്നുള്ള ആ ഒരു ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടാവും ഇബിലീസ്. ഇവിടെ നമുക്ക് എന്താ പറ്റാന്ന് വെച്ചാൽ നമ്മളെ ക്വാളിറ്റി ഇല്ലാണ്ടാവും. അത് നമ്മൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ ചെയ്യുമ്പോഴേക്കോ ഞാൻ ഓക്കെ ആയി, ഇനിയിപ്പോ എനിക്ക് മാറാനൊന്നുമില്ല, ഞാൻ അങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്യാറില്ല, ഞാൻ എൻ്റെ ഇബാദത്തൊക്കെ ഭയങ്കര സംഭവമാണ്, എൻ്റെ ദുആ ഒക്കെ ഭയങ്കര സംഭവമാണെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കൂല, കൂടുതൽ ബെറ്റർ ആവാൻ വേണ്ടി നമ്മൾ നോക്കുകയില്ല. അത് പ്രത്യേകിച്ച് ഈ ഒരു കാര്യം ഇബ്ലീസ് ആഖിറത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഇത് കൊണ്ടുവന്ന് തരുള്ളൂ കേട്ടോ. ഈ മതി എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ഞാൻ സംഭവമായി എന്നുള്ള തോന്നൽ ദുന്യാവിന്റെ കാര്യമാകുമ്പോ അങ്ങനെയല്ല. നമുക്കൊരിപ്പം ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നാളെ അതിനേക്കാളും നല്ല റെസിപ്പി നെറ്റിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നാ അത് ട്രൈ ചെയ്തൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള അത് ഇബ്ലീസ് കൊണ്ടുവന്നിട്ട് തരും. അവിടെ മതിയില്ല കേട്ടോ. അവിടെ ഞാൻ അടിപൊളിയാന്നുള്ള കിബറിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ നല്ലത്, കുറച്ചും കൂടെ നല്ല അബായ, പുതിയ ലേറ്റസ്റ്റ് മെറ്റീരിയലിന്റെ, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ആ സൈഡിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നാവുമായിരുന്നു അല്ലെ. അപ്പം ദുനിയാവിന്റെ കാര്യമാകുമ്പോൾ ഇബ്ലീസ് ആ മതിയൊന്നും തരൂല, ക്വാളിറ്റി ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരുന്നോളാൻ പറയും. പക്ഷെ ആഖിറത്തിന്റെ കാര്യമാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ച് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് മാറി എന്നൊക്കെ പറയുമ്പോൾ ഇബ്ലീസ് പറയും മതി ഇതിപ്പോ തന്നെ കുറച്ച് ഓവർ ആയിട്ടുണ്ട്, നീ ഭയങ്കര സംഭവമായിട്ടുണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഇബ്ലീസിന്റെ ഐറ്റമാണ്. എന്ത്? ഈ ധൃതി തോന്നുന്നതും മതിന്ന് തോന്നുന്നതും, ഞാൻ ഓക്കെ ആണ് ഇനി മാറാനൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്ര ആയിട്ടൊന്നും ആവുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മളെ ക്ഷമയും നശിക്കും, നമ്മളെ ക്വാളിറ്റിയും അതിനകത്ത് നഷ്ടപ്പെടും. ഓക്കെ, അപ്പം ഈ എനിക്ക് ഷുഊർ എത്തിയിട്ടില്ലല്ലോ, ഇല്ല ഷുഊർ ആവുന്നില്ലല്ലോ, അല്ലെങ്കിൽ തദബ്ബുർ ആവുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരെടുത്ത് എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നാളെ തന്നെ ഷുഊർ ചെയ്യാൻ, മറ്റന്നാൾ തന്നെ തദബ്ബുർ ചെയ്യാന്നുള്ളതേ അല്ല നമ്മൾ ഇവിടെ വേണ്ട കാര്യം. അതൊക്കെ നമ്മൾ എയിമുകളാണ്. എന്തൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴും നമുക്ക് അതിന്റെ ഫൈനൽ എന്താണെന്നൊരു തീരുമാനം. നമ്മളൊരു പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പ്രൊജക്ടിന്റെ ഔട്ട്കം ഇന്നതായിരിക്കണം, അതിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ദിവസവും പോലെ പ്ലാൻ ചെയ്ത് അവിടെ എത്തുന്നത്. അത് നമ്മളെ ഒരു ഡെസ്റ്റിനേഷൻ ആണ്. നമുക്ക് സുബ്ഹാനല്ലാഹ് നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്വർഗ്ഗമാണ് അല്ലെ, സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് നമ്മൾ. പക്ഷെ ആ വഴിയിൽ നമ്മൾ എത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുപോലെയുള്ള നമ്മളുടെ എയിമുകളാണ് ഷുഊറും തദബ്ബുറും ഒക്കെ. അത് ഇന്ന് തന്നെ കിട്ടേണ്ട കാര്യം എന്നുള്ളതല്ല, അത് എയിമായിട്ട് കാണാം. അപ്പം ശരിക്കും ഈ ഒരു ഫീൽഡിൽ വിജയിച്ചവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്ന് ധൃതിയില്ലാത്തവര്. ഓക്കെ, അപ്പൊ നമുക്ക് തിരക്കില്ല, ഞാൻ ശരിയായിക്കോളും എന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ തൃപ്തിയാവാത്തവര്, അതായത് എന്താ തൃപ്തിയാവാത്തത്? നമ്മളുടെ ഇബാദ ഇനിയും നന്നാവാനുണ്ട് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കേ വിജയമുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഞാൻ ഇന്നലെ തന്നെ ഷുഊറിലെത്തിയില്ലല്ലോ, എൻ്റെ കാര്യം നന്നായില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി നന്നായി നിർത്താലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ആക്ഷൻ മാത്രമാണ് നമ്മളെ കയ്യിലുള്ളത്. ഓക്കെ, ആക്ഷൻ നമ്മളെ കയ്യിൽ, റിസൾട്ട് എന്ന് പറയുന്നത് അള്ളാന്റെ കയ്യിലാണ്. നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ നമ്മളെ കയ്യിൽ. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ടൂളുകൾ എന്തൊക്കെയാന്ന് വെച്ചാല്, ഒന്ന് ഇൽമ്, രണ്ട് അമല്. നമുക്ക് കിട്ടുന്ന ഇൽമ് എന്താണ്? അമലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. എന്തുപയോഗിച്ച്? ക്ഷമ, ആൻഡ് ദുആ അല്ലെങ്കിൽ നമസ്കാരം, പേഷ്യൻസ് ആൻഡ് പ്രയർ, സലാ ആൻഡ് സബർ അല്ലെ. അപ്പം ഇൽമ, അമല്, പേഷ്യൻസ്, പ്രയർ, ഇത് നാലും ആയിരിക്കണം എപ്പോഴും നമ്മളുടെ ടൂള്. ഇത് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു വഴിയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൽമ നേടുന്നു, അമലിലേക്ക് കൊണ്ടുവരുന്നു, ക്ഷമ കാണിക്കുന്നു, ദുആ ചെയ്യുന്നു, അള്ളഹാനോട് ദുആ ചെയ്യുന്നു, വീണ്ടും ഇൽമ നേടുന്നു, അള്ളഹാനോട് ദുആ ചെയ്യുന്നു, വീണ്ടും അമല് ചെയ്യുന്നു, അതിനകത്ത് ക്ഷമ കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണ്? സക്സസ്ഫുൾ ആണ്. ഇത് മാത്രമാണ് സക്സസ്. ഓക്കെ, മാർക്ക് അല്ല, ഷുഊർ ഇപ്പൊ തന്നെ കിട്ടുന്നത് അല്ല, മാർക്കേ അല്ല സക്സസ് എന്ന് പറയുന്നത്. ഇൽമ, അമല്, ക്ഷമ,
പ്രെയർ. അത്രയും നമ്മളെ കയ്യിലുണ്ട്. അത് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആണ്. മാർക്ക് പ്രശ്നമില്ല, ഷോർ പ്രശ്നമില്ല, തദബ്ബർ പ്രശ്നമില്ല. അതൊക്കെ നമ്മളെ ലക്ഷ്യങ്ങളാണ്. ഈ ഒരു വഴി കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എപ്പോഴോ നമ്മൾ എത്തുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പൊ ഇബ്ലീസ് പലതും പറഞ്ഞു വരും. അല്ലാഹ് ഇത്രയൊക്കെ ആയിട്ട് എനിക്ക് നീ ഒന്നും എവിടെ എത്തിയില്ലല്ലോ, എനിക്ക് ഷൂർ ആയില്ലല്ലോ, നീ തദബ്ബർ ചെയ്തില്ലല്ലോ എന്നൊക്കെ ഇബ്ലീസ് പറയും. ഇനി അതല്ലെങ്കിൽ ഞാനിപ്പൊ തന്നെ അടിപൊളിയാണ്, ഇനി കൂടുതലൊന്നും മാറാനില്ല എന്ന് പറയും. അതിലൊന്നിലും വീണു പോണ്ട. ഈ കാര്യം, ഈ ഒരു 4 കാര്യം, ഇൽമ, അമല്, സലാ, സബർ, ഈ 4 കാര്യം മനസ്സിൽ വെക്കുക. ഈ ഒരു വഴിയിലാണെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആണ്. മാർക്ക് വിഷയമേ അല്ല. ഇനി നമുക്ക് മുന്നോട്ടുള്ള യാത്രനെ കുറിച്ച്, കാരണം ഇത് ഇപ്പൊ പറയേണ്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങളൊക്കെ ശരിക്കും കുറച്ച് സീരിയസ് ആയിട്ട് ഈ ട്രാക്കിലേക്ക് വന്നു തുടങ്ങി. മാഷാ അല്ലാഹ്, നമ്മളെല്ലാവരും, നിങ്ങളെന്ന് ഞാൻ പറഞ്ഞോട്ടെ, നമ്മളെല്ലാവരും ഈ യാത്രയിലേക്ക് കുറച്ച് സീരിയസ് ആയിട്ട് വന്നു തുടങ്ങി. ഈ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള യാത്ര. എനിക്ക് തോന്നുന്നു ദുനിയാവിൽ ഇതിനേക്കാളും പ്രയാസമുള്ള വേറൊരു യാത്രയേ ഇല്ല. നിങ്ങൾ ഏറ്റവും വലിയ എന്താണ്, ഒരു 1.5 കോടി അല്ലെങ്കിൽ 10 മില്യൺ ഡോളറിന്റെ ഒരു കമ്പനി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഇറങ്ങിയാൽ പോലും ഒരു പക്ഷേ ഇത്ര പ്രയാസങ്ങൾ ഉണ്ടാവില്ല. ഇത് അത്രയും പ്രയാസമാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. പക്ഷെ ഈ യാത്രയിൽ പ്രയാസം വരെ ഒരേ ഒരു കൂട്ടർക്കാണ്. ഈ കാര്യം പഠിച്ചിട്ട് ഖുർആനിൽ എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അത് പഠിച്ചിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചവർക്ക് മാത്രമേ ഈ യാത്ര ഉണ്ടാവുള്ളൂ, ഈ യാത്ര പ്രയാസം ഉണ്ടാവുള്ളൂ. അല്ല എനിക്ക് പഠിക്കണം, മാർക്ക് വാങ്ങണം എന്ന് മാത്രം വിചാരിക്കുന്നവർക്കാണ്. കാരണം മറ്റേതിന് നമുക്ക് പഠിക്കുന്നതിന് മാർക്ക് വാങ്ങുന്നത് അതിന്റെ പാർട്ടാണ്, ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പാർട്ടാണ്. പക്ഷെ എനിക്ക് പഠിക്കണം, മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും അതൊന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ പഠിക്കണം എന്ന് മാത്രം വിചാരിച്ചവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. വലിയ കുഴപ്പമില്ലാണ്ട്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകാം. നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോണത് കാണാം. പക്ഷെ ഇത് ഓരോന്നും പഠിക്കുമ്പോൾ ഇത് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നെങ്ങാനും നമ്മൾ വിചാരിച്ചു പോയോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് പഠിക്കുന്ന കാര്യം മാത്രമല്ല ബുദ്ധിമുട്ടാവുക, നമ്മുടെ ലൈഫിൽ നമ്മളെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടുകൾ വരും. നമ്മളെ മക്കളെ സംബന്ധിച്ച്, നമ്മളെ ഭർത്താവിനെ സംബന്ധിച്ച്, കുടുംബങ്ങളെ സംബന്ധിച്ചും, ഇനി എന്തൊക്കെ നമ്മളെ ജീവിതവുമായിട്ട് ചുറ്റിപ്പറ്റി എന്തൊക്കെയുണ്ടോ എല്ലാ പ്രയാസങ്ങളെ ഇങ്ങനെ നമ്മളെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കാന്തം പോലെ ആയിരിക്കും. ഇനി നോക്കിക്കോ, എല്ലാവരുടെ ലൈഫിലും തടസ്സങ്ങളേ ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളോട് പറയാ, ഞാനിത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വിചാരിച്ചു പോയി, അല്ലെങ്കിൽ പഠിച്ച് മാർക്ക് വാങ്ങാനാണെങ്കിൽ ഇത്ര വലിയ പ്രയാസം ഉണ്ടാവില്ലായിരുന്നു. കാരണം ഇബ്ലീസിന് ഇത്ര ഇഷ്ടമില്ലാത്ത ഒരു കാര്യം വേറെ ഇല്ല. ഇബ്ലീസിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഖുർആൻ മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാന്നാണ് ഇബ്ലീസിന് ഭയങ്കര വെറുപ്പാ. നമ്മളെ പോലും അറിയാം, നമ്മൾ ചോദിക്കും നമ്മളെ ലൈഫിൽ എന്താ ഇപ്പൊ, നമ്മളെ ചിലപ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സ്, അവർക്ക് അസുഖം വരെ ഇതിന്റെ പാർട്ടാ. കാരണം നമ്മൾ ടൈം ആകുമ്പോൾ അതിലേക്ക് പോവുമല്ലോ. അപ്പോഴൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുക, ഇത് എന്താണ്, ഇബ്ലീസ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ, അത് അവർക്ക് അസുഖം വരുന്നത് ഇബ്ലീസ് വരുത്തുന്നതല്ല കേട്ടോ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഖദർ തന്നെയാണ്. പക്ഷെ അത് കാരണം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യിക്കുക എന്നുള്ളത് ഇബ്ലീസിന്റെ ഡ്യൂട്ടിയാണ്. കാരണം ഇബ്ലീസിന് ഇത്ര വെറുപ്പുള്ള ഒരു കാര്യമാണ്. അപ്പം അള്ളാഹിന്റെ അടുത്ത് സഹായം തേടിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അള്ളാഹിന്റെ അടുത്ത് സഹായം തേടിക്കൊണ്ടേയിരിക്കുക. അതേപോലെ തീരുമാനിക്കുക, എന്ത് ചെയ്താലും ഞാൻ ഇതിൽ നിന്ന് മാറൂല, എന്തെന്നെ സംഭവിച്ചാലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ട്രാക്കിൽ നിന്നും ഞാൻ മാറൂല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവട്ടെ. ഈ ഒരു റൂട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ദുആ ചെയ്യുക. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും. കാരണം നമ്മളെല്ലാവരും കൈപിടിച്ച് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവർക്കും ഒന്നിച്ച് പോകണം. അപ്പം എനിക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളെ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ദുആ ചെയ്യാം. ഇനി നമ്മളിവിടെ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് വെച്ചോ. ഓക്കെ, നമ്മളെ തീരുമാനം കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്തത് ഇബ്ലീസിന് എന്താ പറ്റാന്ന് വെച്ചാൽ, ഇബ്ലീസ് ആദ്യം തടയാൻ ശ്രമിക്കും. നമ്മളെ ഒരു തടസ്സവും നമ്മളെ തടഞ്ഞിട്ടില്ല എന്ന് വെക്കുക. ഓക്കെ, എല്ലാവർക്കും പല പല പ്രശ്നങ്ങളും വന്നു, ഇല്ല ഞാൻ ഇത് നിർത്തൂലെന്ന് വെച്ചാൽ മുന്നോട്ട് പോകാന്ന് വെച്ചോ. അടുത്തത് ഇബ്ലീസ് എന്താ ചെയ്യാന്ന് വെച്ചാല്, നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങള് ഒന്ന് കുറയ്ക്കാൻ നോക്കും. ഓക്കെ, ഏതായാലും ഇവിടുന്ന് മാറുന്നില്ല, എന്നാ പിന്നെ ഒക്കെ അത്രക്കൊരു ഗുണം ഇതുകൊണ്ട് കിട്ടണ്ടെന്ന് വിചാരിക്കും. അതിന്റെ ഒരു വഴിയാണ് ഈ മാർക്കുകളെ കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെടാൻ. കാരണം നിരാശ എന്ന് പറഞ്ഞത് ഇബ്ലീസിന്റെ ഇൻഗ്രീഡിയന്റ്, ഇബ്ലീസിന്റെ പേര് തന്നെ അതിൽ നിന്നാണ് ഉണ്ടായത്, അബ്ലസ എന്നുള്ള വാക്കിൽ നിന്ന്. അപ്പം നിരാശ തരും. അല്ലോ
എനിക്ക് മാർക്കില്ലല്ലോ, എനിക്ക് ഷുവറല്ലല്ലോ, എനിക്ക് തദബ്ബുറില്ലല്ലോ. അപ്പൊ നിരാശ കൊണ്ടുവന്ന് ഇട്ടുതരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. ചിലര് അതിന്റെ പേരിലോ ഇതൊന്നും എനിക്ക് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞിട്ട് നിർത്തും. ചിലർ അതൊരു ആ നിരാശ മെയിൻ ആയിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകും. അപ്പൊ അവര് വീണ്ടും വീണ്ടും തകരും അതിനകത്ത്. അങ്ങനെ ഇവഞ്ച്വലി അവർ നിർത്തും. ഓക്കെ, ഇബ്ലീസിന്റെ അടുത്ത് ഗോ എവേ അത് പറയാം, നീ പൊയ്ക്കോ, നിന്റെ ഒരു കാര്യം ഇവിടെ നടക്കൂല, ഞാനിവിടെ മാർക്ക് വാങ്ങാൻ വേണ്ടി വന്നതല്ല, എന്റെ പേർപ്പസ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാന്നുള്ളതാണ്, അതേ ഞാൻ ഇവിടെ ചെയ്യുള്ളൂ, അത് ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അള്ളാഹുവിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുക, ഇബ്ലീസിന്റെ ഷെറിൽ നിന്ന് സംരക്ഷണം തേടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇതിന്റെയൊക്കെ കൂടെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ്, നമുക്ക് അറിഞ്ഞിരിക്കുക ഇത് ഇബ്ലീസിന്റെ ട്രാപ്പാണ്. ഓരോ പ്രാവശ്യം നിരാശ വരുമ്പോഴും, ഏത് രീതിയിലുള്ള നിരാശയാണെങ്കിലും, അത് മാർക്ക് കിട്ടാത്തതിന്റെ നിരാശയാണെങ്കിലും, എനിക്ക് ഷുർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള നിരാശയാണെങ്കിലും, എനിക്ക് തദബ്ബുർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള നിരാശയാണെങ്കിലും പറയാം, ഇത് ഇബ്ലീസ് കൊണ്ടുവന്ന് തരുന്ന ഇൻഗ്രീഡിയന്റ് ആണ്, ഇത് എന്റെ ഫുഡിൽ ഈ ഇൻഗ്രീഡിയന്റ് വേണ്ട, ഇബ്ലീസിനോട് പോയിക്കോളാൻ പറയാം. അപ്പൊ തന്നെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാ, ഇടത് വശത്തേക്ക് നോക്കി തുപ്പുക, 3 പ്രാവശ്യം തുപ്പുക. ഇനി അതല്ല, വേറെ ഇബ്ലീസിനെതിരെയുള്ള ദുആകളൊക്കെ, അറിയാവുന്ന ദുആകളൊക്കെ പറയാ, അള്ളാഹുവിന്റെ അടുത്ത് സഹായം തേടാം. അടുത്തത് ഇബ്ലീസ് എന്താ പറയാന്ന് വെച്ചാല്, ഓക്കെ, നിങ്ങളെ ഈ തരത്തിൽ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നിക്കഴിഞ്ഞാല് ഇബ്ലീസ് എന്ത് പറയുന്ന വെച്ചാല്, ഞാനിത് എവിടെയും പഠിച്ചു വെച്ചതൊന്നും പറയല്ലോ കേട്ടോ, ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാണ്, ഞാൻ ഇതൊക്കെ കടന്നു പോയത് കൊണ്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇബ്ലീസ് ചോദിക്കും, ഇപ്പൊ എന്താ ഇത്ര പഠിച്ചത്? അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്കേ ഉള്ളൂ കേട്ടോ. നമ്മൾ പഠിച്ച് മുന്നേറാൻ വേണ്ടി സ്കോർ ചെയ്ത് കുറെ എനിക്ക് പഠിക്കണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇബ്ലീസ് ഇത്ര വലിയ ശല്യം ചെയ്യില്ല. കാരണം ഇബ്ലീസിന് അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവര് തൽക്കാലം ആ പഠിക്കുന്ന പ്രതിഫലം നേടി പോവുള്ളൂ, പക്ഷെ ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ലല്ലോ. പക്ഷെ നമ്മൾ പഠിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഇബ്ലീസ് വന്ന് ചോദിക്കും, എന്താ ഇത്ര കാര്യമായിട്ട് പഠിച്ചത്? ആദ്യം പഠിച്ചൊക്കെ മറന്നില്ല, എന്തോ ഓർമ്മ ഉണ്ട് ഇപ്പോ? ആദ്യത്തെ ആയത്തുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ എന്തെങ്കിലും നിനക്ക് ഓർമ്മ ഉണ്ടോ? ഒക്കെ മറന്നുപോയില്ലേ അല്ലേ? ഇത് ഇതുവരെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതിങ്ങനെ പ്രത്യേകിച്ച് തുടക്കത്തിൽ ബക്കറയിൽ ഇങ്ങനെ നമ്മൾ മുന്നേറുമ്പോൾ ഒരു 20 30 40 എത്തുമ്പോൾ നമ്മൾ ശരിക്കും പഠിച്ചോനെ ആദ്യം പഠിച്ചൊക്കെ മറന്നുപോയല്ലോ, ഞാൻ അത്ര നന്നായി പഠിച്ചതാ, എത്ര നന്നായി എക്സാമിന് സ്കോർ ചെയ്തതാ, ഒക്കെ മറന്നുപോയല്ലോ എന്ന് ഇബ്ലീസ് പറയും. അത് ഇബ്ലീസിന്റെ അടുത്ത ഒരു അടവാണ്. നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക, നമ്മളിവിടെ വന്നത് ഖുർആനിലുള്ള എല്ലാ കാര്യങ്ങളെയും മാസ്റ്റർ ആവാനല്ല. അള്ളാഹു ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഖുർആൻ മുഴുവനും ബൈഹാർട്ട് അറിയാം, അല്ലെങ്കിൽ ഖുർആന്റെ ഫുള്ള് തഫ്സീർ, ഫുൾ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ബൈഹാർട്ട് അറിയാം, അല്ലെങ്കിൽ ഖുർആന്റെ എല്ലാ വേർഡ് മീനിങ്സും നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം തരാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെ? ആർക്കാ ജന്ന? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ആര് വിശ്വസിക്കുന്നുവോ സൽക്കർമ്മം ചെയ്യുന്നു അവർക്കുള്ളതാണ് സ്വർഗം. ആരാണ് ഏറ്റവും ഉത്തമരായ സൃഷ്ടികള്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? സൂറത്ത് ബയ്യിനയിലുള്ള നമ്മള് തദബ്ബുർ സെക്ഷനിലെ ഒരു ക്വസ്റ്റ്യനും കൂടെ ആയിരുന്നു. ആരാണ് ഏറ്റവും ഉത്തമരായ സൃഷ്ടികൾ, ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടികളിൽ തന്നെ, അതായത് എല്ലാ സൃഷ്ടികളിലും, അത് മലായിക്കത്തായിക്കോട്ടെ, ജിന്നാത്തായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, ബാക്കി എല്ലാ സൃഷ്ടികളായിക്കോട്ടെ, എല്ലാത്തിലും ഏറ്റവും ശ്രേഷ്ഠരായ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. അപ്പം ഇത് രണ്ടുമേ അള്ളാഹ് സ്വർഗത്തിന് ഒരു എന്താണ് കണ്ടീഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇബ്ലീസ് പറയുന്നത് കേട്ടിട്ട് വിഷമിക്കുകയേ വേണ്ട. നമ്മൾ ഇവിടെ ഖുർആനിലെ എല്ലാ ആയത്തിന്റെയും അതിന്റെ ആഴങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെച്ച് അത് എപ്പോ ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പറയാൻ വേണ്ടിയിട്ടോ, എല്ലാ റൂട്ട് വേർഡ്സും ഏത് നിമിഷവും ആര് ചോദിച്ചാലും പറയാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഇവിടെ വന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ആയത്തിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അതിങ്ങനെ തത്ത പറയുന്ന പോലെ അതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുക്കാനല്ല നമ്മൾ വന്നത്. അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലും എന്ത് സംസാരിക്കുമ്പോഴും അവിടെ ഖുർആൻ എടുത്തു വെച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇത് പഠിക്കുന്നത്. നമ്മൾ ഇവിടെ ഖുർആൻ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈമാൻ ആൻഡ് അമൽ. ഓർമ്മിപ്പിക്കുക. എന്തില്ലാന്ന് തോന്നുകയാണെങ്കിലും ഇബ്ലീസ് പലതും തോന്നിപ്പിക്കും. നമ്മളെ ഓർമ്മിപ്പിക്കുക, ഞാൻ ഇവിടെ വന്നത് ഈ ഖുർആനിലെ എല്ലാ ആയത്ത്, കാരണം ഖുർആൻ എന്ന് പറയുന്നത് നമുക്കറിയാം അത് അത്ഭുതമാണെന്നല്ലേ. ഓരോ പ്രാവശ്യം പഠിക്കുമ്പോഴും അതിന് പുതിയ പുതിയ ആഴങ്ങളാണ്. ഖുർആനിലെ ഓരോ ബ്രാഞ്ച് എടുക്കുമ്പോഴും, അത് ഖുർആന്റെ തജ്വീദിന്റെ ബ്രാഞ്ച് തന്നെ അതൊരു കടലാണ്. ഖുർആനിലെ വാക്കുകളുടെ വൊക്കാബുലറി എന്ന് പറയുന്നത് അത് വേറൊരു കടലാണ്. ഗ്രാമർ വേറൊരു കടലാണ്. തഫ്സീർ വേറൊരു കടലാണ്. ഈ കടലൊക്കെ നമ്മളെ കൊണ്ട് കുടിച്ചു തീർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളിവിടെ അതിനെയല്ല ഖുർആൻ പഠിക്കാൻ വന്നത്, നമ്മൾ ഈമാനും അമലും നന്നാക്കാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആക്ഷൻ പ്ലാൻ എന്താണ്? നമ്മൾ ഓരോ ആയത്തും പഠിക്കുമ്പം ഇനി അങ്ങോട്ടുള്ള കാര്യം പ്രത്യേകം ഓരോരുത്തരും അവനവന് മനസ്സിലാകുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് എപ്പോഴും നമ്മൾ എപ്പോൾ ഒരു നിരാശ തോന്നുമ്പോൾ, എപ്പോഴൊന്ന് ബാക്ക് ഔട്ട് അടിക്കാൻ ബാക്ക് ചെയ്യണം തോന്നുമ്പോഴും, അല്ലെങ്കിൽ ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കുക. ഓരോ ആയത്ത് പഠിക്കുമ്പോഴും എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറയുന്നത്? ആ ഒരു കാര്യം എന്താണ്, ഞാൻ ക്ലാസ്സിൽ പറയുന്ന അല്ലെങ്കിൽ ഏതൊരു തഫ്സീർ ടീച്ചറാണെങ്കിലും ക്ലാസ്സിൽ പറയുന്ന അതേ ലെസൺ ആയിക്കൊള്ളണമെന്നില്ല. അത് കേട്ടതിൽ നിന്ന് മനസ്സിലാക്കിയ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാ ലെസൺസും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനകത്ത് ചിലത്, കാരണം നമ്മളിപ്പോൾ ഒരു ആയത്ത് പറയുമ്പം അതിനകത്ത് കുറേ ലെസൺസ് പറയും. ആ ലെസൺ എല്ലാം ചിലപ്പോൾ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ളതായിരിക്കില്ല. ചിലപ്പം ചിലത് ഓൾറെഡി നമ്മുടെ ജീവിതത്തിൽ ഉള്ളതായിരിക്കും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അതിന്റെ നെക്സ്റ്റ് ലെവലിൽ എത്തിയവരായിരിക്കും, മാഷാ അല്ലാഹ്. ചിലപ്പോൾ അത് നമ്മളെ ജീവിതവുമായിട്ട് ബാധിക്കാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് അപ്ലിക്കബിൾ അല്ലാത്ത ഒരു ലെസൺ ആയിരിക്കും ചില കാര്യങ്ങൾ. അപ്പം നമ്മൾ നമ്മളെ നോട്ട് എടുത്തിട്ട് ഒരു 1, 2, 3 അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. അതായത് ഓരോ ആയത്തും കേട്ട് കഴിയുമ്പോൾ എല്ലാ ആയത്തിനും ഏറ്റവും ചുരുങ്ങിയത് എല്ലാ ആയത്തിനും ഒരു അരമണിക്കൂറെങ്കിലും ഫോക്കസ് ചെയ്തിട്ട് ചിന്തിക്കാനുള്ള ഒരു സമയം കൊടുക്കുക. ഒന്നും വേണ്ട, ഒരു ആയത്തിന്റെ തഫ്സീർ മനസ്സിലാക്കുക, ബുക്കും സാധനങ്ങളും ഒക്കെ അടച്ച് മാറ്റി അവിടെ വെച്ചിട്ട് കണ്ണടച്ചിട്ട് ഒന്ന് ഇരുന്നോ കിടന്നോ. അത് ചിലപ്പോൾ ആയത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണടച്ചിരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. രാത്രി കിടക്കുമ്പോഴോ ഇനി രാവിലെ തഹജ്ജുദിന് മുമ്പെയോ എപ്പോഴാണോ കുറച്ച് ഫോക്കസ് ചെയ്തിട്ട് ആ ആയത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കുക. ആ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ബുക്ക് എടുക്കുക. എന്താണ് ഇതിൽ നിന്നും എനിക്ക്, അതായത് ടീച്ചർ എന്ത് പറഞ്ഞു, എന്താ ഇതിന്റെ ലെസൺ, എന്താ ഈ ആയത്തിൽ പറഞ്ഞെന്നുള്ളത് ഒന്നും ഒരു വിഷയമല്ല. എനിക്ക് ഇതിൽ എന്ത് മാറ്റമാണ് വരുത്താനുള്ളത്? ഓരോ ആയത്ത് എടുക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, അല്ലെ? അതിന്റെ അർത്ഥവും തഫ്സീറും ഒക്കെ നമ്മൾ പഠിച്ചു, അതിൽ നിന്ന് ലെസണും പഠിച്ചു. ഇതിൽ എനിക്ക് എന്താ കൊണ്ടുവരാനുള്ളത്? എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അള്ളാഹു ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞതിന് ശേഷം അത് മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി അങ്ങനെ ചെയ്യുന്ന ഒരാളാണോ, അല്ലേ എനിക്ക് മാറ്റാനുള്ളതാണോ? പോയിന്റ് നമ്പർ 1 അതെന്താന്ന് അവിടെ എഴുതി വെക്കുക. ഇനി ഞാൻ ഓൾറെഡി അങ്ങനെ ആണോ, ആ പോയിന്റ് വേണ്ട, അങ്ങനെ ഒരു ലെസൺ അതിൽ ഉണ്ടായിക്കോട്ടെ, എനിക്ക് അവിടെ മാറ്റം വരുത്താനില്ലേ? ഇനി ഓൾറെഡി ഞാൻ മാറിയിട്ടുണ്ട്, പക്ഷെ ഒരു ചെറിയ ഒരു ചേഞ്ച് വരുത്താനുണ്ട്, ഒരിത്തിരി ഒന്ന് ബെറ്റർ ആക്കാനുണ്ട്. ആ ബെറ്റർ ആക്കാനുള്ള പോയിന്റ് മാത്രം പോയിന്റ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെക്കുക. ഇത് വേറെ ബുക്കായിരിക്കണം, നമ്മളെ തഫ്സീർ ബുക്കല്ല. ഇത് നമ്മളുടെ അമലിലേക്കുള്ള ബുക്കാണ്, നമുക്ക് മാറ്റം വരുത്താനുള്ള ബുക്കാണ്, നമ്മളുടെ പ്ലാനാണ്, നമ്മളെ പ്രൊജക്ടിന്റെ പ്ലാനാണ്. ഓക്കെ, അപ്പം ഇന്ന ആയത്തില് ആയത്തൊന്നും അവിടെ എഴുതണ്ട, എന്താണ് നമുക്ക് മാറാനുള്ളത്? അതും ബേർഡൻ ആക്കി വെക്കണ്ട കേട്ടോ. ഒരായത്ത് വായിച്ചിട്ട് അതിനകത്ത് 25 പോയിന്റ് ഞാൻ മാറാനുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എന്നാലും മാറൽ നിർബന്ധമുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് മനസ്സിലായിട്ടുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ രീതിയിൽ മാറണം. ഇനി ഒന്നും ഇല്ല എന്ന് വെക്കാം, ആ ആയത്തിൽ നമുക്ക് മാറാനൊന്നുമില്ല, അതും കുഴപ്പമൊന്നുമില്ല. ചിലപ്പം ആ ആയത്തിൽ ചിലപ്പോൾ നമുക്ക് മാറാനൊന്നും ഇല്ലെങ്കിൽ മാഷാ അല്ലാഹ്, നല്ല തന്നെ. ഓക്കെ, ഈ ഒരു നോട്ട് എന്ന് പറയുന്നത് ഇത് പേഴ്സണലൈസ്ഡ് നോട്ടാണ്. ഇത് വേറൊരാളെ നോട്ടും ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെ എത്തൂല. കാരണം ഒരാളെ നോട്ടിൽ ചിലപ്പോൾ 10 പോയിന്റ് ഉണ്ടാവും, എന്റെ നോട്ടിൽ ചിലപ്പോൾ 3 പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ എന്റെ നോട്ടിൽ 15 പോയിന്റ് ഉണ്ടാവും. അതും ഇയാൾ എഴുതിയ പോയിന്റ് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കും. കാരണം ഓരോരുത്തരും അവനവൻ്റെതായ വേറെ വേറെ റൂട്ടിൽ യാത്ര ചെയ്യുന്നവരാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉള്ള എക്സ്പീരിയൻസുകൾ, ജീവിതത്തിലുള്ള തിന്മകൾ, ജീവിതത്തിലുള്ള ശരികൾ ഒക്കെ ഡിഫറെന്റ് ആണ്. ഈവൻ ശരികളാണെങ്കിലും അതിന്റെ ലെവലുകൾ ഡിഫറെന്റ് ആണ്, തിന്മകളാണെങ്കിലും അതിന്റെ ലെവലുകൾ ഡിഫറെന്റ് ആണ്. ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും ഈ നോട്ട്. ഈ നോട്ട് ഒരാൾക്കും ഷെയർ ചെയ്യാനും പറ്റൂല, അല്ലെ? അത് നമ്മളല്ലാത്ത ഒരാളും കാണാനും വേണ്ട. ഞാൻ മുമ്പ് പലപ്പോഴും പല ക്ലാസ്സിൽ എനിക്കൊന്ന് ഹൃദയശുദ്ധീകരണത്തിലൊക്കെ പറയാറുണ്ട്, നമുക്കൊരു ലോക്ക്ഡ് നോട്ട് വേണം, ആരും കാണാത്തൊരു നോട്ട്. അത് എഴുതുന്ന നോട്ടിനെ ലോക്ക് നോട്ട് കിട്ടും, അറിയാലോ അല്ലെ? ഒരു താക്കോലിട്ട് പൂട്ടി വെക്കുന്ന നോട്ട് കിട്ടും. ഫോണിലാണെങ്കിൽ നമുക്ക് പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു കാര്യം, ഈ നോട്ടിൽ എഴുതുന്ന കാര്യം ഒരു ടെസ്റ്റുകളും വെച്ചിട്ട് നമ്മളെ മെഷർ ചെയ്യാൻ പറ്റൂല. നമുക്ക് ഏത് പരീക്ഷ വെച്ച് കഴിഞ്ഞാലും ഈ നോട്ടിൽ നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യം നമുക്ക് അളന്നു നോക്കിയിട്ട് ആരാ അടിപൊളി എന്ന് കണക്കാക്കാൻ പറ്റൂല. ഈ നോട്ടിന്റെ റിസൾട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ആഖിറത്തിൽ അനൗൺസ് ചെയ്യുന്ന റിസൾട്ടാണ്. ഞാൻ ഒന്നും കൂടെ പറയാണ്, നമ്മൾ വിചാരിക്കേണ്ട ഇതിപ്പോ എന്തിനാ എഴുതി വെക്കുന്നേ, നമ്മൾ അറിഞ്ഞാൽ പോരെ. നമ്മളെ മനസ്സിൽ നമ്മളിപ്പോ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം വിചാരിക്കും, അടുത്ത ആയത്ത് വരുമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കത് മറന്നു പോകും. നോട്ടിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിഫറൻസ് ഉണ്ടാക്കും.
ഇബ്ലീസ് അതുകൊണ്ട് തന്നെ സമ്മതിക്കേ ഇല്ല ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇബ്ലീസിന് ഒരു ഗണ്ണെടുത്ത് കയ്യിൽ വെക്കുക, വെടിവെച്ചിട്ട് തുരത്തിയിട്ട് ബുക്ക് എടുക്കുക, എഴുതുക, നോട്ട് ഓരോ ആയത്തും. അപ്പം ഇപ്പൊ നിങ്ങൾ കുറച്ച് ആയത്തിലെത്തിപ്പോയല്ലോ, ഓൾറെഡി ഈ പണി തുടങ്ങിയിട്ടില്ലാത്തവര് കുറച്ച് പേജ് അങ്ങ് വിട്ടേക്കുക. എന്നിട്ട് നമ്മൾ ഇനിയിപ്പം ഇൻഷാ അല്ലാഹ് 34ാമത്തെ ആയത്ത് മുതൽ ആ ഒരു ആയത്ത് നമ്പർ 34 അങ്ങനെ മാത്രം എഴുതിയാൽ മതി. ആയത്തിന്റെ പേര് ഇതും അർത്ഥമൊന്നും എഴുതണ്ട. എനിക്ക് എന്താ മാറാനുള്ളത്, നമ്പർ 1, നമ്പർ 2, അല്ലെങ്കിൽ ഒരു ചേഞ്ചും ഇല്ല, നോ ചേഞ്ച്. മാഷാ അല്ലാഹ്, വളരെ നല്ല കാര്യം. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് പോവുക ഇനി എല്ലാവരും. ഇനി ഇത് നോട്ട് ചെയ്തിട്ട് നോട്ട് അവിടെ വെച്ച് നമ്മൾ വേറെ വഴിക്ക് പോവാനുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, ഈ നോട്ട് എഴുതുമ്പം നമ്മൾ നമ്മളോട് തന്നെ പറയാണ്, ഐ എം സീരിയസ് അബൌട്ട് ദിസ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നോട്ട് അല്ലെ, നോട്ടിൽ നമ്മൾ പോയിന്റ്സ് എഴുതുക, എന്താണ് എനിക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ തോന്നും, അല്ലാ ഞാൻ ഇത്രയൊക്കെ പഠിച്ച് എനിക്കൊക്കെ മറന്നുപോയല്ലോ, എനിക്ക് ആദ്യത്തെ ആയത്തൊന്നും ഓർമ്മയില്ലല്ലോ, ആദ്യത്തെ റൂട്ട് ലെറ്റർ ഒന്നും ഓർമ്മയില്ലല്ലോ. ഒരു കുഴപ്പമില്ല, റൂട്ട് ലെറ്റർ ഒന്നും നമുക്ക് മരിക്കുമ്പോൾ കൊണ്ടുപോകാനുള്ളതല്ല. അതൊക്കെ നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളത്, ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ്. നമുക്ക് വേണ്ടിയ സാധനം മാത്രം നമ്മൾ വേറെ മാറ്റി എഴുതുക. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യുക, എന്ത് ചേഞ്ച് ആണ് എനിക്ക് വരുത്താനുള്ളത്. ഇത് നോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ആലോചിക്കുക, ഇത് ഓരോരുത്തരതും വേറെ വേറെ എക്സ്പീരിയൻസ് ആണ്, വേറെ വേറെ പേഴ്സണലൈസ്ഡ് നോട്ടാണ്. ഒരാളുടെയും വേറെ ആളുടെ നോട്ട് ഏത് രണ്ടാൾക്കാരുടെ നോട്ട് എടുത്താലും ഒരുപോലെ ഉണ്ടാവില്ല. നമ്മള് തമ്പ് ഇംപ്രഷനും കണ്ണിന്റെ ഇതൊക്കെ പോലെയാണ്, അത്രക്ക് യുണീക്കാണ് നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ ഒരു റൂട്ട്, നമ്മളുടെ ജീവിതം. ഓക്കെ, അപ്പം നമ്പർ 1 നോട്ട് ചെയ്യുക. നമ്പർ 2 നമ്മൾ നമ്മളോട് തന്നെ പറയാ, ഐ എം വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. ഇത് ഭയങ്കര സീരിയസ് ആണ് ഈ കാര്യം. നമ്മുടെ ലൈഫിൽ ഇപ്പൊ വേറെയുള്ള എല്ലാ കാര്യത്തിനേക്കാളും സീരിയസ് ആണ് ഞാൻ ഈ നോട്ട് ചെയ്തിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരണം അല്ലെ. ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളുടെ ദുആ. ഓരോ നമസ്കാരത്തിന് പോകുമ്പോഴും അതിനകത്ത് 2-3 എണ്ണം, അത് കൂടുതൽ എളുപ്പം എനിക്ക് തോന്നുന്നു ഫോൺ ആണെങ്കിലാണെന്ന്. ബുക്കൊന്നും നമ്മൾ അങ്ങനെ എടുത്തു കഴിയില്ല. ഓരോ നിസ്കാരത്തിന് പോകുമ്പോഴും നമ്മൾ തന്നെ നോക്കുക, ഒരു 2-3 എണ്ണം പിക്ക് ചെയ്തിട്ട് പോവുക. കഴിയെങ്കിൽ ആ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സുന്നത്തായിട്ടുള്ള ഓരോ ദുആകൾ നമ്മൾ പഠിച്ചു വെക്കുക. ഒരു എക്സാമ്പിൾ പറയാം, നമുക്ക് നമ്മളെ നാവാണ് ഒരു പ്രശ്നം നോക്കാം, നമ്മൾ സംസാരം അല്ലെങ്കിൽ നമ്മൾ സംസാര രീതികൾ ശരിയല്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഇ വമിൻ ശർരി ബസ്വരിയിലെ നമ്മൾ കഴിഞ്ഞ ഹദീസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് മാറ്റം വരുത്താനുള്ള പല കാര്യങ്ങൾക്കും കണക്റ്റഡ് ആയിട്ടുള്ള ദുആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ എല്ലാത്തിനും കൂടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ദുആകളും ഉണ്ടാവും. അപ്പം അതുപോലെ ഒരു ദുആ പറ്റുമെങ്കിൽ അതും കൂടെ കൊണ്ടുപോവാ. ഓരോ നമസ്കാരത്തിലും ഇത് സീരിയസ് ആക്കി എടുത്തിട്ട് ദുആ ചെയ്യുക, എനിക്ക് ഈ കാര്യം മാറ്റണം റബ്ബേ. ഓക്കെ, ഇത്തരത്തിലുള്ള സുന്നത്ത് ദുആ പറയുന്നതിന്, സുന്നയായിട്ടുള്ള ദുആ പറയുന്നതിന്റെ കൂടെ അള്ളാഹുവിനോട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാ, അള്ളാഹ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നുണ്ട്, ഞാൻ അത് അങ്ങനെയാണ്, എനിക്ക് ഈ കാര്യം ഇന്നത് മാറ്റണം, ഞാൻ ഈ ആയത്ത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മാറിയേ മതിയാവും. അല്ലെങ്കിൽ ഈവൻ ഞാൻ മാറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ അത് വീണ്ടും ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ ഇന്ന ആളുകൾ വരുമ്പോൾ ഞാൻ അത് വീണ്ടും ചെയ്തു പോകുന്നു, എനിക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല റബ്ബേ, എന്നെ ഹെൽപ്പ് ചെയ്യേ. അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം എന്റെ ജീവിതത്തിലേക്ക് നല്ലതായിട്ട് കൊണ്ടുവരണം, പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചിട്ട് പറ്റുന്നില്ല റബ്ബേ, നീ എന്നെ ഹെൽപ്പ് ചെയ്യേ. അപ്പൊ നമ്മളുടെ ഓരോ നമസ്കാരങ്ങളിലും അല്ലെങ്കിൽ ഓരോ ദ്വായിലും നമ്മൾ എന്താക്കണം, ഈ ബുക്കിൽ നിന്നുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് സീരിയസ് ആക്കി എടുത്തിട്ട് അള്ളാഹിന്റെ അടുത്ത് ദ്വാ ചെയ്യാം. ഇതൊക്കെ നമ്മൾ പൊതുവെ നമ്മളെ മനസ്സിൽ ആഗ്രഹമുള്ള കാര്യങ്ങളാണ്, നമ്മൾ ഒരു പക്ഷെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതൊരു സിസ്റ്റമാറ്റിക് അല്ലാത്ത ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ക്ലാസ് കേൾക്കും, മാറണം എന്ന് വിചാരിക്കും, അന്നത്തെ നിസ്കാരത്തിൽ നമുക്ക് അത് ഓർമ്മയുണ്ടാവും, ചിലപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ ദ്വാ ചെയ്യും, അന്ന് ചെയ്യുമ്പോൾ ആ കാര്യം മാറ്റുകയും ചെയ്യും, പിറ്റേ ദിവസം വേറെ പുതിയത് പഠിക്കുമ്പോൾ നമുക്കത് മറന്നു പോകും. ഇപ്പം പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമുക്കൊരു ടാർഗറ്റ് ഉണ്ട് അല്ലെ, നമുക്ക് എത്താൻ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് നമുക്കൊരു പ്ലാൻ ഉണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ ഇനി പോകാൻ പോണത് ഇൻഷാ അല്ലാഹ്. അപ്പം ഫസ്റ്റ് നോട്ട് ചെയ്യുക, 2 സീരിയസ് ആക്കി എടുക്കുക. സീരിയസ് ആക്കി എടുക്കുമ്പോൾ അത് നമ്മളുടെ ദുആയുടെ ഭാഗമാവും. അടുത്തത് എന്താണ്, ആക്ഷൻ. നമ്മൾ തെറ്റോ അല്ലെങ്കിൽ ശരിയോ അതെന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. 2 നമ്മൾ അതിനു വേണ്ടി ദുആ ചെയ്തു. അടുത്തത് ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് പടച്ചോൻ ചോറ് കൊണ്ടുവരുന്ന വിചാരിച്ചിരിക്കുന്നതിൽ കഥയില്ല, നമ്മൾ ആക്ഷൻ നിർബന്ധമാണ്. സത്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ 2 സ്റ്റെപ്പ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ആക്ഷനിലേക്ക് വരും.
കാരണം അതിന് നമ്മൾ എഫേർട്ട് ഇട്ട് തുടങ്ങി. നമ്മൾ ആ ഒരു കാര്യത്തിന് സീരിയസ് ആയിട്ട് എടുത്ത് തുടങ്ങിയാൽ തന്നെ നമ്മൾ ആക്ഷനിലേക്ക് വരും. ഒരു തെറ്റ് തിരുത്താനാണെങ്കിൽ നമ്മൾ ശരിക്കും കോഷ്യസ് ആയിരിക്കും. ആ കാര്യം നമ്മൾ ശരിക്കും ചിന്തിക്കും. ആ ഒരു തെറ്റ് നമ്മൾ പിന്നെ ചെയ്യാതിരിക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് കുറെ മുമ്പ് ചെയ്ത അത്രയും ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അത്രയും ഫ്രീക്വൻസിയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കും. മാത്രമല്ല നമ്മൾ ഓൾറെഡി ഇത് ദുആ ചെയ്തത് കൊണ്ട് ഓൾറെഡി സീരിയസ് ആക്കി എടുത്തത് കൊണ്ട് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി എന്തൊക്കെ വേണോ അതൊക്കെ അള്ളാഹ് നമ്മളിലേക്ക് എത്തിക്കും. അതിനുവേണ്ടി എൽമാണെങ്കിൽ അത്, അതിനുവേണ്ടി വേറെ ഏതെങ്കിലും രീതിയിലുള്ള എളുപ്പമാണെങ്കിൽ നമുക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നും. സുബ്ഹാനല്ലാഹ്, ഇത്രയും നാളായിട്ട് എനിക്ക് മാറാൻ പറ്റാത്ത ഈ കാര്യം എന്തൊരു എളുപ്പത്തിലാണ് ഇപ്പൊ എനിക്ക് മാറ്റാൻ പറ്റുന്ന. പിന്നെ നമ്മൾ കേൾക്കും, മിക്കവാറും നമ്മൾ പിറ്റേ ദിവസം വെറുതെ റാൻഡം ആയിട്ട് കേൾക്കാനിരിക്കുന്ന 2:30 ക്ലാസ്സിലും ടീച്ചർ അതായിരിക്കും പറയുന്നത്, ഇത് മാറാൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം. സുബ്ഹാനല്ലാഹ്, അതൊക്കെ അള്ളാന്റെ എളുപ്പം അല്ലെങ്കിൽ അള്ളാന്റെ നമ്മളുടെ ദ്വാക്ക് മറുപടി തരുന്ന രീതികളാണ്. നമുക്ക് തന്നെ അത്ഭുതം തോന്നും. നമ്മൾ റാൻഡം ആയിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ വെറുതെ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്ത ഒരു ക്ലാസ് ആയിരിക്കും, അതിനകത്ത് നമ്മൾ ആ ചോദിച്ചതിനുള്ള അള്ളാഹ് ഇതെങ്ങനെ മാറാം എന്ന് ചോദിച്ചതിനുള്ള ആൻസർ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മൾ എന്താണ്, ഒരു പ്രൊജക്ട് ഉണ്ട്, നമുക്ക് ആ പ്രൊജക്ടിന് നമുക്കൊരു പ്ലാനും ഉണ്ട്. ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവരുടെ ഏത് വഴിയിൽ വേണമെങ്കിലും പോയിക്കോട്ടെ, അവർ ഏത് രീതിയിലുള്ള ക്ലാസ്സുകൾ കേട്ടോട്ടെ, ഏത് രീതിയിലുള്ള ഇൽമ വേണമെങ്കിലും നേടിക്കോട്ടെ, നമുക്ക് നമ്മളുടെ പ്രൊജക്ട് ഉണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു പാത്ത് വഴിയുണ്ട്, ആ വഴി നമുക്ക് ക്ലിയർ ആണ്. പക്ഷേ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എപ്പോഴും. നമ്മൾ ഈ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് പറ്റാത്തവരുണ്ടാവും. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം അള്ളാഹു ആണ് ഹിദായത്ത് നൽകുന്നവൻ, അള്ളാഹു ആണ് വഴി കാണിച്ചു കൊടുക്കുന്നവൻ, അല്ലേ? അപ്പം നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. ആക്ഷൻ നമ്മൾ ദുആ ചെയ്യുമ്പോൾ തന്നെ ആക്ഷൻ ഈസി ആവും, നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റും. നമ്മൾ ഓരോ കാര്യങ്ങളിലും നമ്മളത് ഓർത്തോർത്ത് നമ്മൾ ചെയ്യാൻ തുടങ്ങും. പ്ലസ് അള്ളാഹ് അതിനു വേണ്ടിയിട്ടുള്ള ഇൽമ നമ്മളിലേക്ക് എത്തിച്ചു തുടങ്ങും. അപ്പൊ തന്നെ നമുക്ക് മാറ്റം വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. നമ്മൾ സ്ലോ ആയിട്ട് ചേഞ്ചസ് കാണിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ മാറണം എന്ന് വിചാരിച്ചു. കാരണം ഇതുവരെ നമ്മൾ അത് സീരിയസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിനെ പെറുക്കി പെറുക്കി ദുആ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ അതൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്ലോ ആയിട്ട് നമുക്ക് ചേഞ്ചസ് കാണാൻ തുടങ്ങും. പക്ഷെ ചില കാര്യങ്ങൾ വളരെ സ്ലോ ആയിരിക്കും. ചില മാറ്റങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾ തന്നെ എടുത്തെന്ന് വരാം. അത് ഡിപ്പെൻസ് എത്ര വലിയൊരു കാര്യമാണ് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഇപ്പം ഒരു ഉദാഹരണത്തിന് നമസ്കാരം ഖുർആത്തായിനാകാം, അതൊരു ചെറിയ കാര്യമൊന്നുമല്ല, അല്ലെ? നമ്മൾ മുമ്പ് ഇതേപോലെ ഹൃദയശുദ്ധീകരണം ക്ലാസ്സിൽ പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പൊ അതിന് വർഷങ്ങൾ എടുത്തോട്ടെ. പക്ഷെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ട്രൈ ചെയ്യും. അതേപോലെ നമ്മൾ ചില തിന്മകളിലേക്ക് നമ്മൾ അങ്ങ് ആഴത്തിൽ ഇറങ്ങി പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പറിച്ചു കളയാൻ പറ്റൂല. അപ്പം അത് സമയമെടുക്കും. ചിലത് വളരെ പെട്ടെന്ന് മാറുന്നത് കാണാം, ചിലത് എന്താക്കും, സമയം എടുത്തിട്ടേ മാറുള്ളൂ. പേഷ്യൻസ്, സബ്ർ, സല, നിസ്കരിക്കുക, ദുആ ചെയ്യുക, ക്ഷമ കാണിക്കുക, ഇൽമ അല്ലാഹ് എത്തിച്ചുകൊണ്ടിരിക്കും, നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. ഈ ആക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് തൗബ. കാരണം നമ്മൾ പലതും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റാന്ന് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെ? പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇബ്ലീസ് സമ്മതിക്കൂല, തൗബ ചെയ്യാൻ സമ്മതിക്കൂല, ഇസ്തിഗ്ഫാർ ചെയ്യാൻ സമ്മതിക്കൂല. അവിടെ വരും ഇബ്ലീസ്. പക്ഷെ അള്ളാന്റെ അടുത്ത് ചോദിച്ചോണ്ടേയിരിക്കും, അള്ളാഹ് നീ എന്നെ സഹായിക്കണം, ഞാൻ മനസ്സിലാക്കിയ തെറ്റുകൾ നിന്റെ അടുത്ത് തൗബ ചെയ്ത് മടങ്ങാൻ എനിക്ക് നിന്റെ സഹായം വേണം, അല്ലെ? നമ്മൾ മനസ്സിൽ വിചാരിച്ചതുകൊണ്ട് നമുക്ക് തൗബ ചെയ്യാൻ പറ്റില്ല. അള്ളാഹിന്റെ അടുത്ത് സഹായം ചോദിക്കുക. റബ്ബി അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലെ? ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നീ തന്നെ സഹായിക്കണം. ഏറ്റവും നല്ല ഇബാദത്തുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് തൗബ. അപ്പം തൗബ ഒരിക്കലും ആക്ഷനിൽ മിസ്സാക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇനി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇബ്ലീസ് വരും അടുത്ത നിരാശയും കൊണ്ട്. എന്തായി, നീ കുറെ ആയല്ലോ ശ്രമിക്കുന്ന, ഒരു മാറ്റം വന്നില്ലല്ലോ, അല്ലെ? നമുക്ക് തന്നെ തോന്നാറുണ്ട്, ഞാൻ എത്രയായി മാറാൻ നോക്കുന്ന റബ്ബേ, ഞാൻ എന്തൊക്കെ ചെയ്തു എന്നിട്ട് മാറുന്നില്ലല്ലോ. ഇബ്ലീസ് വരും അവിടെയും. അപ്പം നമ്മളോട് തന്നെ പറയാ, അള്ളാഹു നമ്മളടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ആക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെ? റിസൾട്ട് ആരുടെ അടുത്താണ്? അള്ളാഹിന്റെ അടുത്താണ്. അതെപ്പോഴും ഓർമ്മിപ്പിക്കുക. ഇബ്ലീസ് എപ്പോ നിരാശ കൊണ്ടുവരുമ്പോഴും എന്താണ്? റിസൾട്ട് അള്ളാഹിന്റെ അടുത്താണ്. നമുക്കിവിടെ ആക്ഷൻ നമ്മൾ ഇൽമ, അള്ളാഹ് കൊണ്ടുവന്ന ഇൽമ നമ്മൾ നേടി, നമ്മളെ തന്നെ ചോദ്യം ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മളെ തെറ്റുകൾ മനസ്സിലാക്കി, എന്തൊക്കെയാണ് മാറ്റാനുള്ളത് എന്ന് മനസ്സിലാക്കി, എഴുതി വെച്ച്, അള്ളാഹിനോട് സഹായം ചോദിച്ച്, നമ്മളത് നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച്, നമ്മൾ തൗബ ചെയ്യാൻ ശ്രമിച്ച്, അതൊക്കെ അതാ നമ്മളെ ലിമിറ്റ്. അതിനപ്പുറത്തേക്ക് നമുക്ക് മനുഷ്യന്മാർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇബ്ലീസിനെ എന്തൊക്കെ പറഞ്ഞോട്ടെ, ഈ കുറെ കാലമായാലും ശ്രമിക്കുന്നൊന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, മൂപ്പര് പണിയെടുത്ത് അങ്ങോട്ട് പോയിക്കോട്ടെ. അള്ളാഹ്ക്ക് നമ്മളെ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഖുർആനില് ഒരേ ആയത്ത് ഒരു 10ഉം 15ഉം പേജ് കഴിഞ്ഞാൽ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം, വേറെ ഒരു സ്റ്റൈലില്.
അള്ളാഹു സുബ്ഹാനഹു തആല ഇതേ നമുക്ക് ഈ മാറ്റം വരുത്താൻ വേണ്ട ഈ കാര്യത്തിനെ കുറിച്ച് തന്നെ അള്ളാഹു വേറൊരായത്ത്, വേറൊരു സ്റ്റൈലില്, വേറൊരു തഫ്സീറോട് കൂടി, വേറൊരു ഉദാഹരണത്തോടു കൂടി, വേറൊരു ചിന്തയോട് കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അവിടെ എത്തുമ്പോൾ മാറാം. നമ്മളെ പ്രതീക്ഷ അള്ളാഹുലാണ്, അല്ലെ? നമ്മളുടെ ഹോപ്പ് അള്ളാഹുലാണ്. നമ്മൾ ഇബ്ലീസിന്റെ നിരാശയിൽ പെട്ടു പോകണ്ട. അപ്പം അവിടെ എത്തുമ്പോൾ മാറാം. നമ്മൾ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കി, നമ്മളെ തന്നെ ചോദ്യം ചെയ്ത്, നമുക്കെന്താ മാറ്റേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ദുആ ചെയ്ത്, നമ്മൾ ശ്രമിച്ച്, എന്നിട്ട് മാറിയില്ലെങ്കിൽ അള്ളാഹ് നമുക്ക് വേറൊരു അവസരം തരും. വേറെ രീതിയിൽ അള്ളാഹ് നമുക്ക് ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരും. വേറൊരു ആയത്തില് ആദ്യത്തെ സമയം നടന്നില്ലെങ്കിൽ രണ്ടാമത്തെ സമയത്ത് നടന്നോളും. റിസൾട്ട് അള്ളാന്റെ അടുത്താണ്. ഇത് അള്ളാന്റെ പ്രോമിസ് ആണ്. ഓക്കെ, അപ്പം ഒരു സ്റ്റേജിൽ ഇബിലീസ് വരും, നമ്മളെല്ലാവരുടെ അടുത്തും വരും. അപ്പോഴൊക്കെ നമ്മൾ ഇത്രയും അലേർട്ട് ആയിരിക്കുമ്പോഴേ നമുക്ക് ഇബിലീസിനെ തുരത്തി ഓടിക്കാൻ പറ്റുള്ളൂ. ഇനി 4ാമത്തെ സ്റ്റേജാണ് എന്ത്? ടീച്ചിങ്, അല്ലെങ്കിൽ കൺവേയിങ് ടു അതേഴ്സ്, മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇത് ശരിക്കും നമുക്ക് എല്ലാ സ്റ്റേജിലും ചെയ്യാം. കാരണം നമ്മൾ ഇൽമ നേടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് മറ്റുള്ളവർക്ക് പാസ് ചെയ്യാം. അത് ശരിക്കും പ്രതിഫലാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ഖുർആൻ തിലാവത്തിലൂടെ എങ്ങനെ പ്രതിഫലം നേടുന്നോ അതേപോലെ നമ്മൾ ഓരോ ഇൽമ കിട്ടുമ്പോഴും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്, അതായത് അതൊരു ഫസ്റ്റ് ലെവൽ പ്രതിഫല. പക്ഷെ ഖുർആന്റെ കാര്യത്തിൽ നെക്സ്റ്റ് ലെവൽ പ്രതിഫലം എവിടെയാണ്? നമ്മൾ ഖുർആന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെ? അതേപോലെയാണ് ടീച്ചിങ്ങിനും ഒരു നെക്സ്റ്റ് ലെവൽ ഉണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു നെക്സ്റ്റ് ലെവൽ ഉണ്ട്. അതെപ്പോഴാ? നമ്മൾ ഈ കിട്ടിയ ഓരോ ഇൻഫർമേഷനും, അല്ലെ, നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ പഠിച്ചെടുത്ത ഓരോ ഇൻഫർമേഷനും അപ്പം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പക്ഷേ അത് അവരുടെ ബ്രെയിനിലേക്ക് നേരെ പോകുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയാണ്, ഇന്നതാണ് കാര്യം. പക്ഷെ ഇപ്പം ആ ഇൻഫർമേഷൻ നമ്മൾക്ക് പേഴ്സണലൈസ്ഡ് ആയി, ഇത് എന്റെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസുമായിട്ട് കൂടിച്ചേർന്ന്, ഇപ്പൊ ഞാൻ ഇതിനകത്ത് പ്രാക്ടിക്കലും കൂടെ ചെയ്ത ഒരാളാണ്, തിയറിനെ പ്രാക്ടിക്കൽ ആക്കിയ ഒരാളാണ്. അങ്ങനെ ഞാൻ ഇതിലൊരു മാസ്റ്റർ ആയിട്ടുള്ള ഒരാളാണ്, മാഷാഅല്ലാഹ്, അല്ലെ? അറ്റ്ലീസ്റ്റ് നമ്മൾ അത് എങ്ങനെ ട്രൈ ചെയ്യണം എന്ന് മനസ്സിലാക്കിയ ആളാ. അത് ട്രൈ ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്ന് മനസ്സിലാക്കിയ ആളാ, അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുന്ന ആളുടെ ഹൃദയത്തിലേക്കാ പോവുക. സുബ്ഹാനല്ലാഹ്. ആദ്യം നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അത് അവരുടെ ബ്രെയിനിൽ പോയിട്ട് അവിടെ കിടക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഈ പ്രാക്ടിക്കൽസ് ഒക്കെ ട്രൈ ചെയ്ത് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത്, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ട് അതിനെങ്ങനെ തരണം ചെയ്യണമെന്ന് മനസ്സിലാക്കി, ഒരു പക്ഷെ ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ടാവില്ല, എന്നാൽ പോലും ഫസ്റ്റ് ലെവലിൽ നിന്നും, അതായത് നോളജ് ഇൽമ എന്നുള്ള ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്, പ്രാക്ടിക്കൽ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നേരെ അവരുടെ ഹൃദയത്തിലേക്കാണ് പോവുക. അപ്പൊ നമ്മൾ ടീച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്ക് മാറാൻ നല്ല എളുപ്പമുണ്ടാവും. കാരണം നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് കൊടുക്കുന്നത്. നമ്മൾ പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് മിക്ക ക്ലാസ്സുകളും, പലപ്പോഴും നമുക്ക് പല ക്ലാസ്സുകളും കേൾക്കുമ്പോൾ അത് നമ്മൾ ബ്രെയിനിൽ പോയി നിൽക്കുന്നത് കാണാം, ഹാർട്ടിലേക്ക് വന്നിട്ടുണ്ടാവില്ല. പോരാത്തത് അത് പ്രതീക്ഷ തരുന്നതിനേക്കാളും പേടി, അതിങ്ങനെയൊക്കെ ആവണം, അല്ലെ, ഞാനിങ്ങനെ ഒന്നല്ലല്ലോ റബ്ബേ, ഞാനിങ്ങനെ മാറുന്നുള്ള ആ പേടിയാണ് ചില ക്ലാസ്സുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ കിട്ടില്ല. നമുക്കൊരു പ്രതീക്ഷ വരില്ല. അതിന്റെ കാരണം അതാണ്. കാരണം അവിടെ നമ്മൾ കേൾക്കുന്നത് തിയറിയാണ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. മനസ്സിലായില്ലേ? തിയറി എന്ന് പറയുന്നത് വെറും ഇൻഫർമേഷൻ ആണ്. വെറും ഇൻഫർമേഷൻ ഒരു പക്ഷെ നമുക്കും ഹെൽപ്പ് ചെയ്യൂല, നമ്മൾ കൊടുക്കുന്ന മറ്റുള്ളവർക്കും ഹെൽപ്പ് ചെയ്യില്ല. അറിഞ്ഞിരിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും, അത്ര ഹെൽപ്പ് ചെയ്യൂല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള സഹായം അള്ളാഹു നമുക്ക് തരട്ടെ. ആൻഡ് ഏറ്റവും അവസാനം, അപ്പൊ ഈ 4 പോയിന്റ് മനസ്സിൽ വെക്കുക. നമ്മൾ ഓരോ ആയത്ത് കേൾക്കുമ്പോൾ നോട്ട് ചെയ്യുക, നമുക്ക് വരുത്താനുള്ള ചേഞ്ച്. ആ നോട്ട് ചെയ്യൽ ടീച്ചർ പറയുന്ന ലെസൺസ് അപ്പാടെ എഴുതലല്ല. ആ നോട്ട് ചെയ്യൽ അതിൽ എനിക്ക് മാറ്റം വരുത്താനുണ്ട്. കാരണം ഓരോരുത്തർക്കുമേ അറിയുള്ളൂ എന്റെ ജീവിതം എന്താണ് എനിക്ക് അവിടെ മാറ്റം വരുത്താനുള്ളത്. ഇനി ഇവിടെ ഇത് മാറ്റം വരുത്താനില്ലേ, അല്ലെങ്കിൽ ഇനി ഇത്തിരിയും കൂടെ ബെറ്റർ ആക്കാനുണ്ടോ? അതിന് ചിലപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും, എങ്ങനെ ബെറ്റർ ആക്കാം, എങ്ങനെ ഇത് ചെയ്യാം. ആ ചോദ്യമായിട്ട് തന്നെ അവിടെ എഴുതി വെച്ചോ. കാരണം ആൻസേഴ്സ് നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ് ഖുർആനിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ. നോട്ട് ചെയ്യുക, സീരിയസ് ആക്കി എടുക്കുക, ദുആ ചെയ്യുക. ഓരോ പോയിന്റ്സും പെറുക്കി ഓരോ നിസ്കാരത്തിലും കൊണ്ടുപോയിട്ട് ദുആ ചെയ്യുക, ആക്ഷനിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അള്ളാഹു അതിനുള്ള എല്ലാ എളുപ്പങ്ങളും അതിനുവേണ്ട എൽമകളൊക്കെ അള്ളാഹു തരും. അതിന്റെ കൂടെ മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ് തൗബ അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ. പിന്നെ ചെയ്തിട്ടും നന്നായില്ലല്ലോ, ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് ഇബിലീസിന്റെ അടുത്ത് പറയാ, റിസൾട്ട് അള്ളാഹിന്റെ കയ്യിലാണ്, ആക്ഷൻ എന്റെ കയ്യിലുള്ളൂ. ഇപ്പൊ നന്നായിട്ടില്ലെങ്കിൽ അള്ളാഹ് അത് പിന്നെ ഒരു അവസരത്തിൽ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് നന്നാക്കാൻ പറ്റും. ഞാൻ നിരാശപ്പെടൂല, അള്ളാഹുൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. 4
അല്ലെങ്കിൽ ഈ ടീച്ചിങ് എന്ന് പറയുന്നത് ഏത് ലെവലും ആവാം, അത് 4ാമത്തെ സ്റ്റേജിലേക്കൊന്നും വെക്കണ്ട. പക്ഷെ 4ാമത്തെ സ്റ്റേജിലെ ടീച്ചിങ് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും നമുക്കും അവർക്കും കേൾക്കുന്നവർക്കും ഒരുപാട്. കാരണം അവർക്ക് അപ്പം അത് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതുവരെ കത്താത്ത പല കാര്യങ്ങളും നമ്മളെ ജീവിതത്തിലും കത്തും. ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ വർക്ക്ഔട്ട് ആവൂലേ എന്ന് നമുക്ക് തോന്നും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു ഇസ്തിഖാമത്ത് തരട്ടെ. അള്ളാഹുവിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒരു അവസ്ഥയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, എന്നെന്നും നിലനിർത്താൻ വേണ്ടിയിട്ട്. ഈ എല്ലാ സ്റ്റേജിലും, നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്റ്റേജിലും ദുആ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അള്ളാഹു നമ്മളെ ഈ ഒരു യാത്ര ഇതേ രീതിയിൽ ഈ ഒരു പ്രൊജക്ട് പ്ലാനിൽ നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അവസാനം വരെ, അത് ജീവിതത്തിന്റെ അവസാനം ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും 30 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും 50 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും അവസാനം വരെ ഈ ഒരു പ്രൊജക്ട് പ്ലാനിൽ നമ്മൾ അങ്ങനെ തുടരാൻ വേണ്ടിയിട്ട് റബ്ബിന്റെ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഇനി നമ്മൾ ഖുർആൻ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് തരട്ടെ, എല്ലാവർക്കും തരട്ടെ. ചെയ്യാണെന്ന് വെക്കുക. അത് കഴിഞ്ഞാലും നമ്മളെ യാത്ര നിൽക്കുന്നില്ല. കാരണം അള്ളാഹു അപ്പൊ നമുക്ക് അടുത്ത ലെവല് ഡീപ്പായിട്ടുള്ള എൽമ, അല്ലെങ്കിൽ അടുത്ത ലെവല് ഡീപ്പായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യം നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് തരും, ഉറപ്പായിട്ടും തരും. അള്ളാഹു കൂടുതൽ മുത്തുകളും പവിഴങ്ങളും ഡയമണ്ടും ഒക്കെ ആയിട്ട് അപ്പം വരും. അപ്പം അടുത്ത ലെവലും കൂടെ ഖുർആനെ മനസ്സിലാക്കിയിട്ട് ആ ലെവലും കൂടെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് തരട്ടെ. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ 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 പരീക്ഷണങ്ങൾ ലൈഫിൽ, കൂടുതൽ ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ശരിക്കും നമ്മൾ എത്രത്തോളം നമ്മൾ ഇതിനനുസരിച്ച് മാറാൻ വേണ്ടി ശ്രമിക്കുന്നു, അത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷം എന്ന് പറഞ്ഞ പോലെ കൂടിക്കൊണ്ടേയിരിക്കും. അത് പക്ഷേ അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി അതൊക്കെ എളുപ്പമായിട്ട് മാറും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോൾ സ്റ്റക്കായിട്ട് അതിൽ നിന്നിട്ട് ഇത് നിർത്തി കളയല്ല വേണ്ടത്. അള്ളാഹുവിന്റെ അടുത്ത് സഹായം തേടിക്കൊണ്ട് ഇത് നിർത്താതെ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന മോഡൽ അതാ അല്ലെ. അവരൊന്നും സഹിച്ച പ്രയാസത്തിന്റെ 100% പോലും നമുക്കില്ല. പക്ഷെ അവരതൊക്കെ തരണം ചെയ്യുമ്പോഴും അവരിപ്പുറത്ത് ഇൽമും ദീനും ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ദീൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള കാര്യങ്ങളിലൊന്നും ഒരു തടസ്സവും വരുത്തിയിട്ടില്ല. അപ്പം എന്തെന്നെ വന്ന കാരണം പരീക്ഷണം ഉറപ്പായിട്ടും വരും നമ്മൾ ഇതുകൊണ്ട് മാറാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്തെന്നെ വന്നോട്ടെ, അള്ളാഹുവിന്റെ സഹായം തേടുക, മുന്നോട്ട് പോവുക. ശരിക്കും അങ്ങനെ ആവുമ്പം നമ്മൾ ഒരു അവസ്ഥയിൽ എത്തും. അതായത് ആ അവസ്ഥയിൽ നമുക്ക് അള്ളാഹിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും നമ്മൾ അപ്പം. അതായത് നമ്മൾ പരീക്ഷണങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ട് വരുമ്പോൾ ഓരോ നിമിഷവും നമുക്ക് അള്ളാഹിന്റെ സഹായം വേണം. അതായത് ഇപ്പം നമ്മൾ ഇരിക്കുന്ന പോലെ അങ്ങനെ റിലാക്സ് ആയിട്ട് അല്ലെ, ഒരു ശ്രദ്ധയില്ലാത്ത നിസ്കാരം നിസ്കരിച്ചിട്ടും അല്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ച് ഓർക്കാണ്ട്, നമ്മൾ എത്ര അള്ളാഹിനെ കുറിച്ച് ഓർക്കണം എന്ന് പറഞ്ഞാലും നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഓർക്കാണ്ട് ദുനിയാവിനെ കുറിച്ച് ഓർക്കുന്ന സമയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിനെ കുറിച്ച് വറി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ദുനിയാവ് അല്ലെങ്കിൽ ദുനിയാവിൽ മുഴുകിയിരിക്കുന്ന, ദുനിയാവിൽ എൻജോയ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, പരീക്ഷണങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോൾ നമുക്ക് ഒരു നിമിഷം പോലും അള്ളാഹിനെ കുറിച്ച് ഓർക്കാണ്ട് അള്ളാഹിനോട് സഹായം തേടാണ്ട് അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് ഇരിക്കാൻ പറ്റുകയില്ല. എല്ലാത്തിനും അള്ളാഹ് വേണ്ടി ഒരു സാഹചര്യം, അതായത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ അള്ളാഹിന്റെ സഹായം വേണം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ അത് അത്ര ബോധർ ചെയ്യാറില്ല ഇപ്പൊ. പക്ഷെ അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ അള്ളാഹ് നീ എന്നെ സഹായിക്കുന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എല്ലാത്തിനും നമ്മൾ ആ ഒരു അവസ്ഥയിലെത്തും. അപ്പോഴാണ് നമ്മളുടെ നമസ്കാരങ്ങൾ എന്താവുന്നത്, ഖുർറത്തായിനാവുന്നത്. കാരണം നമ്മൾ ഓരോ സമയവും സുബ്ഹാനല്ലാഹ് നമസ്കാരത്തിലായി കഴിഞ്ഞാൽ ആശ്വാസമാണ്. എനിക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ല റബ്ബേ, നിന്റെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് ആശ്വാസമാണ്. അങ്ങനെ നമ്മൾ നിസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു അവസ്ഥയിലേക്ക്. അങ്ങനെ നമസ്കാരം ഖുർറത്തായിനാവുന്ന ഒരു അവസ്ഥയിലേക്ക്, ദുആകൾ ഖുർറത്തായിനാവുന്ന അവസ്ഥയിലേക്ക്, അള്ളാഹുവിന്റെ പ്രസൻസ് ഖുർറത്തായിനാവുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇഹ്സാനോട് കൂടി അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്, അള്ളാഹു കാണുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അമല ഇബാദത്ത് ചെയ്യുന്നവര് ഒരവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് റബ്ബ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ, ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അപ്പൊ ആരും ഇപ്പോഴേ നിരാശപ്പെട്ട് അല്ലോ എനിക്ക് അങ്ങനെ ആവുന്നില്ല, അല്ലോ ഇത് ഇതാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എക്സാമിന്റെ മാർക്കിന് ഇവാലുവേഷൻ നടത്തി ഒന്നും നിന്ന് പോവുക വേണ്ട. നമുക്ക് ഒരുപാട് ദൂരം ഓടാനുള്ള ഒരു ജേർണിയിലാണ് നമ്മള് നിരാശ കാരണം ബാക്കിയുള്ളവരുടെ യാത്രയും കൂടെ നിന്ന് പോകരുത്. അപ്പൊ നമ്മൾ കൂടെ ഓടുക, ഈ ടൂൾസ് ഒക്കെ കയ്യിൽ കരുതുക. ഇൽമ, അമല്, സ്വല, സബർ കയ്യിൽ കരുതുക. റിസൾട്ട് അള്ളാഹിന്റെ കയ്യിലാണെന്ന് വിചാരിക്കുക. ആക്ഷൻ മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. ഇബ്ലീസ് എപ്പോഴും ഓരോ ഇബ്ലീസിൻ്റെതായ ഉപ്പും മുളകും പഞ്ചസാരയൊക്കെ കൊണ്ടുവരും. അതൊന്നും നമ്മളെ റെസിപ്പിയിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അള്ളാഹു എല്ലാവർക്കും എളുപ്പമാക്കട്ടെ. അമീൻ. പിന്നെ എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ട്രാക്കിൽ നിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടൂള് മാത്രമാണ്. ആ രീതിയിൽ മാത്രം എടുക്കുക.
ഇനി ഒരൊറ്റ കാര്യം കൂടെ പറയാം, അതും കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മള് ഇൽമിന്റെ കാര്യം, അതായത് മലായിക്കത്തിന്റെയും മനുഷ്യന്റെയും വ്യത്യാസം പറഞ്ഞ കാര്യത്തില് ചിന്ത അല്ലെങ്കിൽ റീസണിങ്, ഇൽമ നേടുക, പിന്നെ ഫ്രീ വിൽ, ചോയ്സ്, ഈ 3 കാര്യങ്ങൾ പറഞ്ഞത് ചിലർക്കെങ്കിലും ഇത്തിരി കൺഫ്യൂസിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പം ആ ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ ഇൻഷാ അള്ളാ. നമ്മൾ ടെസ്റ്റിന്റെ ആൻസേഴ്സ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് തന്നെയായിരുന്നു, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ തദബ്ബുർ ക്വസ്റ്റ്യൻസ് കിട്ടാത്തവരുടെ കാര്യം, തദബ്ബുർ എന്ന് പറയുന്നത് ജസ്റ്റ് ഈവൻ അതിന് ഞാൻ കൊടുത്ത ആൻസേഴ്സ് പോലും ഒരു ഡെഫിനറ്റ് ആൻസർ ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം തദബ്ബുർ ഓരോരുത്തർക്കും അവനവന്റെ ചിന്തകളാണ്. ചിലപ്പം വേറെ ആൻസറും ശരിയായിരിക്കാം, അത് നിങ്ങൾക്ക് അങ്ങനെ ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു തെറ്റൂല. തദബ്ബുർ എന്ന് പറയുന്ന സെക്ഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാന്ന് മാത്രം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടവർക്കറിയാം, അതായത് നമുക്ക് അറിയാത്ത ഒരു കാര്യം ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഓക്കെ ഇങ്ങനെ ഒരു ഇബാദത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സുന്നത്തുണ്ട്, ഇത് ചെയ്താൽ ഇത്ര പ്രതിഫലമാണെന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പൊ നമ്മൾ വിചാരിക്കും അല്ലാ ഇത് എനിക്ക് അറിയില്ല ഇത്രയും കാലമായിട്ട്, എന്നാൽ അവരെ മുമ്പിൽ എങ്ങനെയാ സമ്മതിക്കുക അല്ലേ? അത് പിന്നെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ പറയായിരിക്കും അറിയൂല. അപ്പം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ചിന്തയായിരിക്കണം നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത്, അതായിരുന്നു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ 4-5 ഓപ്ഷൻസ് ഉണ്ട്. ആ ഓരോ ഓപ്ഷനും കറക്റ്റാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, കാരണം ഓരോരുത്തർക്കും അത് ഓരോ ചിന്തകളായിരിക്കും അവരുടെ മനസ്സിലേക്ക് വരാം. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം ഇതിവിടെ അപ്ലൈ ചെയ്യണം എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ട്രെയിനിങ് എന്നുള്ള പോലെ മാത്രം ഇടുന്ന ക്വസ്റ്റ്യൻ ആണ് തദബ്ബുർ ക്വസ്റ്റ്യൻസ്. അത് ആൻസർ കിട്ടിയില്ല എന്നൊന്നും വിചാരിച്ചാൽ ആരും ബേജാറാവൊന്നും വേണ്ട. ആ ഒരു ചിന്തയിലൂടെ കടന്നു പോകാൻ വേണ്ടി ആ ഒരു ചാൻസ് യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം തദബ്ബുറിലേക്കൊന്നും ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ പോണില്ല. ഒരു കാര്യം ക്ലിയർ ആക്കാനുണ്ടെന്ന് പറഞ്ഞത്, ഒന്ന് ഇൽമ. ഓക്കെ, ഇൽമ അല്ലെങ്കിൽ നോളജ്. ഈ നോളജ് തന്നെ 2 തരത്തിലുണ്ടാവും. ഒന്ന് ഇൻബിൽട്ട്, വെച്ചാൽ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത്, അങ്ങനെ എഴുതണം, അതിന് കറക്റ്റ് വാക്ക് അറിയില്ല. 2 ഏൺഡ്, പഠിച്ചെടുക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തിങ്കിങ് അല്ലെങ്കിൽ റീസണിങ് എന്നൊക്കെ പറയാം. മൂന്നാമത്തെ പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തരാം കേട്ടോ, ഫ്രീ വിൽ അല്ലെങ്കിൽ ചോയ്സ്. ഇനി ഈ ഇൽമ അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഇൽമ, അതായത് ഓരോരുത്തരും ജനിക്കുമ്പം ഓരോ സൃഷ്ടികളും, ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ ഓരോ ടൈപ്പ് സൃഷ്ടികളും, മനുഷ്യരാവട്ടെ, മൃഗങ്ങളാവട്ടെ, ചെടികളാവട്ടെ, മലായിക്കത്താവട്ടെ, ജിന്നുകളാവട്ടെ, പക്ഷികളാവട്ടെ, മീനുകളാവട്ടെ, എല്ലാ ടൈപ്പ് ജീവികൾക്കും ജനിക്കുമ്പം നാച്ചുറലി ഒരു സെറ്റ് ഓഫ് എൽമ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ കൊതുകിന്റെ കാര്യം പറഞ്ഞപ്പോൾ കൊതുകിന് മുട്ടയിടണം എന്നും ആ മുട്ടനെ ഇങ്ങനെ സംരക്ഷിക്കണം എന്നും അല്ലെങ്കിൽ ആളുകളെ കുത്തണം എന്നും അതിൽ നിന്ന് ചോര എടുക്കണം എന്നും ഇതാണ് എൻ്റെ ഭക്ഷണം എന്നും ഒക്കെ കൊതുകിന് അറിയാം. അത് ഇൻബിൽറ്റ് നോളജ് ആണ്. ഒരു കുട്ടി ജനിക്കുമ്പം അതിന് വിശക്കുമ്പോൾ കരയണം, ഉമ്മന്റെ പാല് കുടിക്കണം എന്ന് കുട്ടിക്കറിയാം. ഒരു ചെടിക്ക് സൺലൈറ്റ് ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് അതിന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കണം എന്ന് അതിനറിയാം. അതാണ് എന്ത് ഇൻബിൽറ്റ് നോളജ് എന്ന് പറയുന്നത്. ഇത് എല്ലാ തരം സൃഷ്ടികൾക്കും ഉള്ളതാണ്. എല്ലാ തരം സൃഷ്ടികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾ എന്ന് എഴുതാണ്. അതിന്റെ കൂടെ അത് മലായിക്കത്തിനുണ്ട്, ഓളിൽ പെടുന്നതാണ്, എന്നാലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതാണ്. മലായിക്കത്തിനുണ്ട്, മനുഷ്യർക്ക് നാസിനുണ്ട്, ജിന്നിനുണ്ട്. ഈ ഒരു ഇൽമ എല്ലാവർക്കും ഉണ്ടാവും. എന്തൊക്കെയാണ് അവർക്ക് ബേസിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമുള്ളത് അത് എല്ലാവർക്കും ഉണ്ടാവും. ഇനി പഠിച്ചെടുത്തിട്ട് കിട്ടുന്ന ഇൽമ, ഓക്കെ, പഠിച്ചെടുത്തിട്ട് നേടേണ്ട ഇൽമ അതൊരൊറ്റ സൃഷ്ടിക്കേ ഉള്ളൂ, മനുഷ്യന് മാത്രം. എന്ന് പറയുന്നത് നാസ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നത്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു ചെടികൾക്ക് ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് അതിന് ആവശ്യമുള്ള, അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയും മലയാളത്തിൽ, അതിനാവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കണമെന്ന് ചെടിക്ക് അറിയാം. മനുഷ്യനും അറിയാം ഭക്ഷണം ഉണ്ടാക്കണം കഴിക്കണം എന്നല്ലേ, അത് മനുഷ്യന് ജനിക്കുമ്പോഴേ അറിയാം ഭക്ഷണം ഉണ്ടാക്കണം കഴിക്കണം എന്ന്. പക്ഷേ ഒരു റെസിപ്പി നോക്കി അതിന്റെ ഇൻഗ്രീഡിയന്റ് വാങ്ങിച്ച് അത് ഉണ്ടാക്കുക അല്ലെ, അത്
പഠിച്ചെടുക്കുന്ന ഇൽമാണ്. അങ്ങനെ മനുഷ്യന് എല്ലാ ഏരിയയിലും ഉള്ള എന്താണ് പഠിച്ചെടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഇൽമ മനുഷ്യന് ഉണ്ട്. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സൃഷ്ടിക്കും ഇല്ല. ഇതാണ് മനുഷ്യ സൃഷ്ടിപ്പിനെ വേറെ ഏതിനേക്കാളും കൂടുതൽ അള്ളാഹു കൊടുത്ത ശ്രേഷ്ഠത. ഓക്കെ, ഇത് അള്ളാഹു മനുഷ്യന് കൊടുത്ത ശ്രേഷ്ഠതയാണ്. അതുവഴി മനുഷ്യൻ ശ്രേഷ്ഠനാവുന്നോ എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്താണ്? നമ്മൾ അത് ഉപയോഗിച്ച് ഇബാദത്ത് ചെയ്യുമ്പോഴാണ്. അപ്പം ഇത് മനുഷ്യന് മാത്രം ഉള്ള ഒരു ഗുണമാണ് എന്ത്? പഠിച്ചെടുക്കാനുള്ള, ഇൽമ പഠിച്ചെടുക്കാനുള്ള കഴിവ്. ഇനി ചിന്തയിലേക്ക് പോകുമ്പോൾ ഓൾ എന്നുള്ളത് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റില്ല. എല്ലാ ജീവികൾക്കും ചിന്തിക്കാനുള്ള കഴിവില്ല. ഓൾ എന്ന് പറയുമ്പോൾ മൃഗങ്ങൾക്ക്, ചെടികൾക്ക്, അതൊന്നും അവർക്കൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. അവരൊക്കെ ഇൻബിൽറ്റ് ഇൽമ വെച്ചിട്ട് ജീവിക്കുന്നവരാണ്. മലക്കുകൾക്ക് ഉണ്ട് എന്ത്? ചിന്തിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ അത് കണ്ടു അല്ലെ? വൈദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ. കാരണം അവർ ചിന്തിച്ച്, അള്ളാഹു ഇതിനു മുമ്പുണ്ടായിരുന്ന സൃഷ്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അപ്പൊ ഇവരും ഇതൊക്കെ ചെയ്യുമല്ലോ അല്ലെ, ഇതൊക്കെ വേണോ എന്ന് അവർ ചിന്തിച്ച്. ചിന്ത മലായികത്തിന് ഉണ്ട്, ചിന്ത മനുഷ്യനുണ്ട്, ഒരു സംശയമില്ലല്ലോ അല്ലെ മനുഷ്യൻ ചിന്തിക്കുന്നുള്ള കാര്യത്തില്. പ്ലസ് ജിന്നുകൾക്കും ചിന്തയുണ്ട്. അതിന്റെ പ്രൂഫിലേക്ക് ഞാൻ പോണില്ല, ജിന്നുകളും ചിന്തിക്കുന്ന കൂട്ടർ തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് ഈ 3 കാറ്റഗറിക്കും ഉണ്ട്. ഇനി ഫ്രീ വിൽ അല്ലെങ്കിൽ ചോയ്സ് എന്ന് പറയുന്നത്, അതായത് എന്തെങ്കിലും ഒരു കാര്യം ഇത് നന്മയാണ്, ഇത് തിന്മയാണ്, അല്ലെങ്കിൽ ഇത് വിശ്വാസമാണ്, ഇത് അവിശ്വാസമാണ് എന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് അത് മലായികത്തിനില്ല. മലായികത്തിനോട് അള്ളാഹു നിങ്ങളെ ഡ്യൂട്ടി ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അതേ ചെയ്യുള്ളൂ. അത് ചെയ്യൂല എന്ന് പറയാൻ അവർക്ക് പറ്റൂല. ചെയ്യാതിരിക്കാൻ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് അവർക്കില്ല, മറ്റു സൃഷ്ടികൾക്കും ഇല്ല. എന്നാ മനുഷ്യനുണ്ട്, ജിന്നുകൾക്ക് ഉണ്ട്. മനസ്സിലായോ? മനുഷ്യനുണ്ട്, ജിന്നുകൾക്ക് ഉണ്ട്. എന്ത്? സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവ്. ജിന്നുകളിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ട്. തെളിവുകളുണ്ട്, തെളിവുകളിലേക്കൊന്നും നമ്മൾ പോണില്ല. ഓക്കെ, അപ്പം ഫ്രീ വിൽ അല്ലെങ്കിൽ ചോയ്സ് എന്ന് പറയുന്നത് മനുഷ്യർക്കും ജിന്നുകൾക്കും ഉള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പം ഇവിടെ ഈ എല്ലാം ഉള്ളത് ആരാ? മനുഷ്യർ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു കാര്യം മനുഷ്യൻ എന്താ ഉള്ളത്? പഠിച്ചെടുക്കാനുള്ള കഴിവ്. അപ്പൊ മനുഷ്യൻ ഇതിനെ ഓരോന്നിനെയും, അതായത് അവന് ഓൾറെഡി ഇൻബിൽറ്റ് നോളജ് ഉപയോഗിച്ച് പഠിച്ചെടുത്ത് ചിന്തിച്ച് അവന്റെ തീരുമാനം എടുത്തിട്ട് അവൻ ഇബാദത്ത് ചെയ്യുമ്പം മനുഷ്യൻ ആരായി? ദ ബെസ്റ്റ് ക്രിയേഷൻ അല്ലേ? അതാണ് സൂറത്ത് ബയ്യിനയിൽ പറഞ്ഞിരിക്കുന്ന ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. അവന് കൊടുത്തിരിക്കുന്ന എല്ലാ റിസോഴ്സും അവൻ ഉപയോഗിക്കുകയാണ്. അവന്റെ ഉള്ളിലുള്ള നോളജ് ഉപയോഗിച്ച് അവൻ പഠിച്ചെടുത്ത് ആ പഠിച്ചത് ഉപയോഗിച്ച് ചിന്തിച്ച്. ഓക്കെ, പഠിച്ചത് ഉപയോഗിച്ച് ചിന്തിക്കണം. പഠിക്കാണ്ട് ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് നമുക്ക് വേണ്ട ഇൻപുട്ട് കിട്ടുന്നില്ല. പഠിച്ചത് ഉപയോഗിച്ച് ചിന്തിച്ച് അതുപയോഗിച്ച് തീരുമാനം എടുക്കണം. അതായത് അവന് ഇബാദത്ത് ചെയ്യാനും ചെയ്യാതിരിക്കാനും തീരുമാനം എടുക്കാം. അപ്പൊ ഇവിടെ ഈ ക്ലാസ്സിൽ ഇരിക്കാനും ഇരിക്കാതിരിക്കാനും നമുക്ക് തീരുമാനം എടുക്കാം അല്ലെ? എന്നിട്ട് അവന് ഇബാദത്ത് ചെയ്യുമ്പം അവന് ബെസ്റ്റ് ക്രിയേഷൻ ആവുകയാണ്. എന്നാൽ ഇതിനകത്ത് ഈ ഇടക്ക് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം വേറൊരു സൃഷ്ടികൾക്കുമില്ല. ജിന്നുകൾക്കാണെങ്കിൽ പോലും തീരുമാനം എടുക്കാൻ പറ്റും. അവർക്ക് നന്മയും തിന്മയും അറിയാം, ചിന്തിക്കാം, അവർക്ക് ആവശ്യമുള്ള ഇൻബിൽറ്റ് നോളജ് ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് പോയി പഠിച്ചെടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇതാണ് ഇവിടെയുള്ള വ്യത്യാസം. ഇത് പലർക്കും ചെറിയ തോതിലെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് തദബ്ബുർ ക്വസ്റ്റ്യനുകളിൽ ഞാൻ കണ്ടു. അത് ഞാൻ പറഞ്ഞു, തദബ്ബുർ ക്വസ്റ്റ്യൻ ഒരിക്കലും ഒരു മാനദണ്ഡമാക്കി എടുക്കണ്ട, പക്ഷെ ക്ലിയർ ആവേണ്ട കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ, അപ്പം അത്രയാണ് ഇപ്പൊ പറയാനുള്ളത്. الحمد لله اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.